സ്തുതിയും ആരാധനയും എന്നും എന്നേക്കും ഉണ്ടാകും. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഞായറാഴ്ച പകൽ സമയം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൂടി വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ജീവനുള്ള ദൈവത്തെ നമ്മുടെ ആയുസ്സിൽ അറിഞ്ഞ് ആരാധിക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരിക്കൽ ഒരു പക്ഷേ 2 പ്രാവശ്യം ഒരു പ്രസംഗം ചെയ്തിരുന്നു. നാം ആരാധിക്കുന്ന ദൈവം ആരാണ്, നാം എങ്ങനെ ആ ദൈവത്തെ ആരാധിക്കണം, നാം എന്തിന് ദൈവത്തെ ആരാധിക്കണം എന്നിങ്ങനെ സംബന്ധിച്ചുള്ള ഒരു പ്രസംഗം ഞാൻ ചെയ്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിൽ പലവിധമായ ആരാധനകൾ ക്രിസ്തീയ മണ്ഡലത്തിൽ തന്നെ ഉണ്ട്. എന്നാൽ നമുക്ക് പറയാൻ കഴിയും, നാം നമ്മുടെ ദൈവത്തെ അവന്റെ വചനപ്രകാരം അറിഞ്ഞ് ആരാധിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. അനേകരും ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അനേകർ ആരാധിക്കുന്ന ദൈവത്തിന് എന്ന് പറഞ്ഞ് അർപ്പിക്കുന്ന ആരാധനയെല്ലാം ചെന്ന് ചേരുന്നത് ദൈവത്തിലല്ല. നമ്മുടെ ദൈവം കോംപ്രമൈസ് ചെയ്യുന്ന ദൈവമല്ല. ആണോ? ഒരു കാര്യത്തിലും ദൈവം കോംപ്രമൈസ് ചെയ്യില്ല. നമ്മൾ 99% നമ്മൾ ദൈവത്തിന് കൊടുത്തിട്ട് 1% നമ്മൾ നമ്മുടേതായി മാറ്റിവെച്ചു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. നാം ആരാധിക്കുന്ന ദൈവത്തിന് നമ്മൾ കൊടുക്കേണ്ടുന്ന മഹത്വം അത് പൂർണ്ണമായിരിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ ആരാധനാ രീതികൾ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അത് വെളിപ്പാടോടുകൂടി ദൈവത്തെ ആരാധിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഏദൻ പറുദീസയിൽ 2 ബലികൾ നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഒരു ബലി കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ കായൻ തൻ്റെ കൃഷിഫലത്തിൽ നിന്ന് ഉത്തമമായ എന്ത് ചെയ്തു? ഏറ്റവും മനോഹരമായ ഫലവർഗ്ഗങ്ങൾ കൊണ്ടുവന്ന് ദൈവത്തിന് കാഴ്ചവെച്ചു. പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമായ കായ്കനികളാണ് കായൻ ദൈവത്തിന് ബലിയായി കൊണ്ടുവന്ന് കാഴ്ചയായി സമർപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇപ്പുറത്ത് തൻ്റെ സഹോദരനായ ഹാബേൽ കൊണ്ടുവന്ന ബലി എന്ന് പറയുന്നത് കഴുത്ത് കല്ലിനിടിച്ചു കൊന്ന് വേർപെടുത്തി മുറിവേറ്റ് കിടക്കുന്ന ഒരു ആടിനെയാണ് ഹാബേൽ ദൈവത്തിന് മുമ്പിൽ ബലിയായിട്ട് കൊണ്ടുവന്നത്. നമ്മളാണ് ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ നമ്മൾ ഏത് യാഗത്തിൽ പ്രസാദിക്കും? സ്വാഭാവികമായിട്ട് മനുഷ്യർ ഏതിനായിരിക്കും മാർക്കിടുന്നത്? കണ്ടോ, ഇവനൊരു ശവത്തെ കെട്ടി വലിച്ചു കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയില്ലേ? അതും ഒരിക്കൽ ഒന്ന് നോക്കിയാൽ അറയ്ക്കുന്ന ഒരു കാഴ്ച. മറ്റത് മനോഹരമായ ഒരു ബലിപീഠത്തിൽ മനോഹരമായ കാഴ്ചകൾ. നമുക്ക് കത്തോലിക്കരുടെ ദേവാലയങ്ങളൊക്കെ ചെന്നാൽ അവരുടെ ബലിപീഠത്തിലെല്ലാം വളരെ മനോഹരമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു ബലിപീഠം പോയിട്ട് ഒരു മേശ പോലും പലപ്പോഴും ആരാധിക്കുന്നിടത്ത് ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഇവിടെ ദൈവത്തിന് കായന്റെ ബലിയിൽ, കായന്റെ യാഗത്തിൽ പ്രസാദമുണ്ടായോ? ഇല്ല. നമ്മുടെ കാഴ്ചപ്പാടിലാണെങ്കിൽ നമ്മൾ ആരുടെ യാഗത്തെ കൈക്കൊള്ളും? കായന്റെ യാഗത്തെ കൈക്കൊള്ളുകയുള്ളൂ. മറ്റത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു യാഗമാണ്. എന്നാൽ ഹാബേലിന് വിശ്വാസത്താൽ താൻ അർപ്പിക്കുന്ന യാഗത്തിൽ എന്തുണ്ട്? രക്തമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം രക്തത്താൽ ഉളവായ പാപത്തിന് രക്തത്താൽ പരിഹാരം വരുത്തണമെന്ന് ബലിയുടെ ഉടമ്പടി ദൈവം സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ അത് ഹാബേലിന്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്തിരുന്നു. അപ്പോൾ കായേണ്ടതിനേക്കാൾ ഹാബേൽ വിശ്വാസത്താൽ, ദൈവത്തിലുള്ള വിശ്വാസത്താൽ, ദൈവത്തിൻ്റെ പരിജ്ഞാനം എന്തെന്നുള്ള ആ വെളിപ്പാടിനാൽ അവൻ ഒരു യാഗം ദൈവത്തിന് സമർപ്പിച്ചു. അത് ഉത്തമമായ യാഗമായി കൈക്കൊണ്ടു. മാത്രമല്ല, അങ്ങനെ ഒരു യാഗം അർപ്പിച്ചത് സ്വീകരിക്കുക വഴി ഇപ്രതി യാഗം അർപ്പിച്ചവന്റെ ഉള്ളിൽ കോപം ജ്വലിക്കുവാനിടയായി തീർന്നു. ഇന്ന് എന്തുകൊണ്ടാണ് ലോകത്തിലുള്ള എല്ലാ ബഹുവിധ ആരാധനക്കാരും ഏക സത്യ ദൈവമായ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നവർക്കെതിരെ ഒരുമിച്ച് പട നയിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം വ്യക്തമാണ്. അത് ഏതെങ്കിലും നിന്ന് ആരംഭിച്ചതാണ്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ദൈവവചനം താൻ പഠിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ 2-3 വാക്യമാണ്. പ്രൈസ് ദി ലോർഡ്.
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 2-3 വാക്യം. അതൊന്ന് ഓൺ ചെയ്ത് വെച്ചു. അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവരിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ട് ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ദൈവത്തിന്റെ വചനം നാം ഇങ്ങനെ വായിച്ചു. അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട്, അല്ലെങ്കിൽ സ്നേഹത്തിൽ ഒന്നായിട്ട്. എവിടെയാണ് നമ്മൾ സ്നേഹത്തിൽ ഒന്നാകുന്നത്? വിശുദ്ധ സഭയ്ക്കകത്താണ്. ഒരേപോലെ ഒരേ ആത്മാവിനെ പാനം ചെയ്ത് ഒരേ രക്തത്താൽ കഴുകപ്പെട്ട് ഒരേ യേശുക്രിസ്തുവിന്റെ ആത്മീയ ശരീരത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് എന്തായിട്ട് സ്നേഹത്തിൽ ഏകീഭവിക്കാൻ കഴിയുള്ളൂ. അല്ലാത്തിടത്തോളം എല്ലാം നമ്മൾക്ക് പല പല തട്ടുകളിലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കും. അതുകൊണ്ട് സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ശരീരത്തെ, വിശുദ്ധ സഭയെ ഉളവാക്കുവാൻ പൗലോസ് കഴിച്ച പോരാട്ടത്തെക്കുറിച്ച് പൗലോസ് ഇവിടെ വ്യാഖ്യാനിക്കുക. നമുക്കറിയാം, ദൈവസഭയ്ക്ക് വേണ്ടി പൗലോസ് കഴിച്ച പോരാട്ടങ്ങൾ മനുഷ്യന്റെ വാക്കുകൾക്ക് വർണ്ണിക്കാൻ കഴിയാത്തതാണ്. ഹല്ലേലൂയ. താൻ സഹിച്ച കഷ്ടതകൾ, താൻ കടന്നുപോയ കല്ലും മുള്ളും നിറഞ്ഞ പാതകൾ, വനാന്തരങ്ങൾ, ഹിംസമൃഗങ്ങളും, അതുപോലെ കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, കടലിലെ ആപത്ത്, ജയിലറകളിൽ താൻ നേരിട്ട കഠോരമായ പീഡനങ്ങൾ, ഹല്ലേലൂയ, അനേക വിചാരണകൾ, താൻ കഴിച്ച ദാരിദ്ര്യവും പട്ടിണിയും ദുഃഖവും വേദനയും എല്ലാം വർണ്ണിച്ചാൽ ഒരിക്കലും തീരാത്തതാണ്. എന്തിനു വേണ്ടി? വലിയ സുഖസമ്പത്തുള്ള ഒരു കുടുംബത്തിൽ ജീവിച്ച ഒരുവൻ ഇത് കഴിക്കുവാൻ, ഇങ്ങനെയൊക്കെ തയ്യാറാകാനുള്ള കാരണം എന്താണ്? ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങൾ ആ മനുഷ്യന്റെ ഹൃദയത്തെ സ്വാധീനിച്ചതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, ഞാൻ എത്ര വലിയ പോരാട്ടമാണ് കഴിക്കുന്നത്. ക്രിസ്തീയ ജീവിതം ഇന്ന് അനേകർ വിചാരിക്കുന്നത് പോലെ സമ്പൽ സമൃദ്ധിയുടെയും സുഖലോലുപതയുടെയും ജീവിതമല്ല. അങ്ങനെയാണ് ക്രിസ്തുവിൽ വന്നതിന് ശേഷം ഞങ്ങൾക്കിതെല്ലാം ഉണ്ടായി എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയതെല്ലാം നിങ്ങളോടുകൂടെ ഇവിടെ അവസാനിക്കും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയ ജീവിതം, ഞാൻ പഠിക്കുന്ന ബൈബിളിൽ ക്രിസ്തീയ ജീവിതം സമൃദ്ധിയുടെയും സമ്പന്നതയുടെയും ജീവിതമല്ല. ഈ ശരീരത്തിന് ഇവിടെ മേനിയും ഇവിടെ നമുക്ക് ജീവിക്കാൻ ആർഭാടവും സമ്പത്തും ഉണ്ടാക്കി തരുന്ന ഒരു പുസ്തകമായിട്ട് ഇതിനെ കാണുന്നവർക്ക് തെറ്റുപറ്റിപ്പോയി. ഹല്ലേലൂയ. ഇത് കർത്താവിൻ്റെ വിശുദ്ധ ശരീരത്തെ ഉണ്ടാക്കാനും നിത്യതയിൽ കർത്താവിനോടുകൂടി ആനന്ദിക്കാനും അന്തമില്ലാത്ത ജീവന്റെ അവകാശികളാകുവാനും നമുക്ക് വേണ്ടി നൽകപ്പെട്ടതാണ് ഈ തിരുവെഴുത്തുകൾ. ഇത് ഇവിടെ നമുക്ക് യാതൊരു ശോധനയും നൽകുന്നില്ലെങ്കിൽ, ഈ വചനങ്ങൾ നമുക്ക് ഇവിടെ സമൃദ്ധിയും അനുഗ്രഹവും വച്ചടി കയറ്റവുമാണ് നൽകുന്നതെങ്കിൽ, നീ ഇത് തിരിഞ്ഞു നോക്കണം. നീ പോകുന്ന പാതയുടെ അന്ത്യം മരണമാണ്, നാശമാണ്, നഷ്ടമാണ്. അതുകൊണ്ട് ഇങ്ങനെ അനേകർ തേജസ് പ്രാപിച്ച് ദൈവപുത്രന്മാരായിരിക്കേണ്ടതിന് താൻ അനുഭവിച്ച കഷ്ടങ്ങളും പോരാട്ടങ്ങളെയും ഓർത്ത് അഭിമാനിക്കുന്ന, സന്തോഷിക്കുന്ന ഒരു ദൈവദാസൻ പറയുകയാണ്, ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ സഹിക്കുന്ന പോരാട്ടം എത്ര വലിയതെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, ദൈവസഭ അറിയണം, ഞാൻ നിങ്ങളുടെ തേജസ്കരണത്തിന് വേണ്ടി, നിങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, നിങ്ങൾ ദൈവസന്നിധിയിൽ വിശുദ്ധരായി ദൈവത്തിന് കൊള്ളാവുന്നവരായി തീരേണ്ടതിന് ഞാൻ കഴിക്കുന്ന കഷ്ടങ്ങൾ, പോരാട്ടങ്ങൾ എത്ര വലുതാണ് എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയണം, അവനിൽ, ആരില്ല? ക്രിസ്തുവിൽ, യേശുവിൽ എന്തുണ്ട്? ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളെല്ലാം ഗുപ്തമായിട്ടിരിക്കുക. എങ്ങനെയിരിക്കുന്നത്? ഗുപ്തം എന്ന് പറയാൻ അർത്ഥം എന്താ? മറഞ്ഞിരിക്കുക. അപ്പൊ എല്ലാ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങൾ, ട്രഷേഴ്സ് എല്ലാം ക്രിസ്തുവിൽ ഗുപ്തമായിട്ടിരിക്കുക. ഇന്ന് അനേകർക്ക് ക്രിസ്തു തന്നെ ഗുപ്തമായിട്ടിരിക്കുക. ക്രിസ്തുവിലാണ് സകല സമ്പന്നതയുടെയും പൂർണ്ണതയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സകല സമ്പന്നതയും എവിടെ ഇരിക്കുന്നു? ക്രിസ്തുവിൽ ഇരിക്കുന്നു എന്ന് പറയുന്നത്. ഹല്ലേലൂയ.
അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ദാസനായ പൗലോസ്, നമുക്കറിയാം വിശുദ്ധ പൗലോസിനെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ബൈബിൾ വായിക്കാനായിട്ട് നമുക്ക് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകം നമ്മുടെ കൈവശമുണ്ട്, അല്ലേ? നമുക്ക് പലപ്പോഴും പോരടിക്കാനും മത്സരിക്കാനും മത്തായി 28:19 യേശു കൽപ്പിച്ചു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേൽക്കാൻ. എന്നിട്ട് നിങ്ങൾ പറയുന്നു യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽക്കാൻ. ഇത് രണ്ടും വൈരുദ്ധ്യമല്ലേ എന്ന് ചോദിക്കുന്ന ഒരു പ്രശ്നം പൗലോസിനുണ്ടായിരുന്നു. പൗലോസ് മത്തായിയുടെ സുവിശേഷം വായിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. തറപ്പിച്ച് പറയാത്ത എന്താ? പത്രോസ് ഏതെങ്കിലും സുവിശേഷങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം അന്നതൊന്നും ഇല്ലായിരുന്നു, എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പൗലോസിന്റെ ശുശ്രൂഷയുടെ സമാന്തര കാലഘട്ടത്തിൽ തന്നെയാണ് സുവിശേഷങ്ങൾ ഹൃദയത്തിൽ ഇരിക്കുന്നിരുന്ന, അല്ലെങ്കിൽ ഇത് കേട്ട് ഗ്രഹിച്ചിരുന്ന അപ്പോസ്തലന്മാർക്കും ശിഷ്യന്മാർക്കും ഇത് എഴുതുവാൻ ദൈവം വരം കൊടുത്തപ്പോൾ മറുഭാഗത്ത് കേവലം ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങളിലെ അവഗാഹമായ പാണ്ഡിത്യം കൊണ്ട് ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം യഹോവ മാത്രമാണെന്നും പഠിച്ചു ബുദ്ധിയുടെ പ്രമാണം കൊണ്ട് ഗമാലിയലിന്റെ പാദപീഠത്തിൽ ലഭിച്ച ആ വിദ്യാഭ്യാസത്തിന്റെ മികവ് കൊണ്ട് അക്ഷരങ്ങളുടെ പരിജ്ഞാനം കൊണ്ട് അറിയാമായിരുന്ന ഒരു ദൈവം അവനുണ്ടായിരുന്നു. ആ ദൈവത്തിന്റെ പേര് യഹോവ എന്നായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ യഹോവയെ മാറ്റി നിർത്തിക്കൊണ്ട് യേശു എന്നൊരു മനുഷ്യനെ ദൈവമാക്കുന്നു എന്നുള്ള കാര്യത്തിലുള്ള തൻ്റെ അതികഠിനമായ അമർഷവും വേദനയും മുഴുവൻ അങ്ങനെ ചെയ്യുന്നവരെ ഉന്മൂലനം ചെയ്തുകൊണ്ട് താൻ സേവിച്ചു വന്നിരുന്ന ദൈവത്തിനെ പ്രസാദിപ്പിക്കുക എന്നൊരു കാര്യമേ പൗലോസിന്, അല്ലെങ്കിൽ ശൗൽ എന്ന് പറയുന്ന ആ വ്യക്തിക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അങ്ങനെ ആ ദൈവത്തെ സേവിക്കാനുള്ള തൻ്റെ വ്യഗ്രതയിൽ ക്രിസ്ത്യാനികളുടെ ചോര ചിന്തുന്ന, അല്ലെങ്കിൽ ഏകദൈവമായിരിക്കുന്ന ഇസ്രായേലിന്റെ പരിശുദ്ധനായ യഹോവയ്ക്ക് പകരമായി മനുഷ്യൻ യേശുക്രിസ്തു എന്നൊരു ദൈവത്തെ ആരാധിക്കുന്നു. അതൊരിക്കലും ഒരു യഹൂദന്, ഒരു ഏകദൈവ വിശ്വാസിക്ക് പുറത്തുകൂടാത്ത കാര്യമാണ്. ഇന്നും യഹൂദൻ പൊറുക്കാത്ത കാര്യം, ഇന്നും ഇസ്രായേലിലെ യഹൂദൻ ഇത് പൊറുക്കാത്ത കാര്യമാണ്. അങ്ങനെ ആ പ്രദേശങ്ങളിലുള്ള ക്രിസ്ത്യാനികളെ ബന്ധിച്ച് തടവിലാക്കി വിചാരണ ചെയ്ത് നിയമപ്രകാരമുള്ള ശിക്ഷ, അത് മരണമായാലും തടവറയായാലും തിളയ്ക്കുന്ന എണ്ണയായാലും അവർക്ക് കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയുള്ള തൻ്റെ യാത്രാമധ്യത്തിൽ താൻ തന്നെ ദൈവം കർത്താവ് അവനെ പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉയരത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്നൊരു വെളിച്ചം അവന്റെ മേൽ പ്രകാശിച്ചിട്ട് അവൻ സഞ്ചരിച്ച കുതിരപ്പുറത്ത് നിന്ന് അവൻ താഴെ വീണു. എന്നിട്ടൊരു ശബ്ദം അവൻ കേട്ടു, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 26-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നത്, ഹെബ്രായ ഭാഷയിൽ തന്നോട് സംസാരിക്കുന്ന ഒരു സ്വരം ഞാൻ കേട്ടു, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ഹല്ലേലൂയ. അപ്പോൾ ആ സ്വരം കേട്ടപ്പോൾ പൗലോസിന് അറിയാം, സംസാരിക്കുന്ന ഒരു അഗ്നി വെളിച്ചമുണ്ടെങ്കിൽ ആ വെളിച്ചം എങ്ങനെയായിരുന്നു പറയുന്നത്? സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചം, അല്ലേ? അങ്ങനെ എഴുതിയിരിക്കുന്നത്. സൂര്യനെ വെല്ലുന്ന ഒരു വെളിച്ചമുണ്ടെങ്കിൽ അത് ദൈവമാണെന്നും ആ വെളിച്ചത്തിലാണ് തങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാം, ഇസാഖ്, യാക്കോബിന്റെ സന്തതി പരമ്പരകളെ മിസ്രൈമിൽ നിന്ന്, അടിമ വീടായ മിസ്രൈമിൽ നിന്ന് വാഗ്ദത്ത ദേശമായ കാനാനിലേക്ക് നടത്തിക്കൊണ്ടുവന്നപ്പോൾ അഗ്നി മേഘത്തിൽ ഇരുന്നു കൊണ്ട് അവരെ നയിച്ച ആ വെളിച്ചം, അവരോട് സംസാരിച്ച വെളിച്ചം, അവർക്ക് തണലേകി ആ ദൈവം, അത് യഹോവയാണ് എന്ന് മനസ്സിലായി. അപ്പോൾ അവൻ ചോദിച്ചു, അഡോണായി ഹൂ ആർ യു? യഹോവേ അങ്ങ് ആരാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ വെളിച്ചത്തിൽ നിന്ന് ഉത്തരം വന്നു. എന്താണ് ഉത്തരം വന്നത്? നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. ഹല്ലേലൂയ. ആ ഒരു ഒറ്റ കാര്യം മതി. അനേക സംവത്സരങ്ങൾ ഗമാലിയലിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ച വിദ്യാഭ്യാസമെല്ലാം കേവലം അക്ഷരങ്ങളായി മാറി. ആത്മാവിന്റെ വെളിപ്പാടിനാൽ അവൻ ഒരു കാര്യം മനസ്സിലാക്കി. താൻ ആരെ കൊന്നെടുക്കാൻ പോകുന്നുവോ അത് താൻ ചെയ്യുന്ന ഈ പാതകം താൻ ഇന്നുവരെ സേവിച്ചു വന്ന ദൈവത്തിന് എതിരായിട്ടുള്ള പാപമാണ്. കാരണം ദൈവം ക്രിസ്തുവിൽ ഇരിക്കുന്നു എന്നവന് മനസ്സിലായി. ഹല്ലേലൂയ. ദൈവമാണ് ഇവർ സേവിക്കുന്ന, ഇവർ ആരാധിക്കുന്ന ക്രിസ്തുവിൽ ഇരുന്നത് ദൈവമാണ്. താൻ അറിയാതെ സേവിച്ചു വന്നവൻ തന്നെയാണ് ഇവർ അറിഞ്ഞുകൊണ്ട് സേവിക്കുന്ന മെസ്സിഹ എന്നവർക്ക് അവന് മനസ്സിലായി. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ ഇപ്രകാരം പറഞ്ഞു,
ഗലാത്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഗലാത്യർ 1:12. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. ഓക്കെ, നമുക്ക് അനുശ്വരം മുന്നിലോട്ട് പോയാൽ ഒരു മനസ്സിലാവും. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഗലാത്യ സഭകളോട് പൗലോസ് പറയുകയാണ്. എന്താണ് പൗലോസ് ഈ ഗലാത്യ സഭകൾ അവതരിപ്പിക്കുന്നത്? യേശു ക്രിസ്തു മനുഷ്യന്റെ രൂപമെടുത്തു വന്ന ദൈവമാണ്. ഹല്ലേലൂയ. അല്ലേ? അങ്ങനെയല്ലേ അവൻ പറയുന്നത്? യേശു ക്രിസ്തു എന്താണ്? യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നവരാണെന്ന് അറിയുന്ന പൗലോസ് ഗലാത്യ സഭകളോട് അറിയിച്ച സുവിശേഷത്തെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെ അറിയിച്ച സുവിശേഷം എന്തല്ല? മാനുഷികമല്ല. ഇത് മനുഷ്യനിൽ നിന്നുണ്ടായതല്ല. മനുഷ്യൻ പഠിപ്പിച്ചിട്ട് ഞാൻ പഠിപ്പിക്കുന്നതല്ല. പിന്നെയോ ഞാൻ അത് മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല. എന്ത് പ്രാപിച്ചിട്ടില്ല? ഞാൻ ഇപ്പോൾ ഗലാത്യ സഭകളിൽ അല്ലെങ്കിൽ എഫേസൂസിലെ സഭകളിൽ കൊരിന്തിൽ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ അറിയിക്കുന്ന സുവിശേഷം ഞാൻ മുമ്പ് ഗമാലിയലിന്റെ പാദപീഠത്തിൽ പഠിച്ച സുവിശേഷമല്ല. അതാണെങ്കിൽ ഞാൻ പ്രാപിച്ചത് എവിടെ നിന്നാണ്? മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചതാണല്ലേ. എന്നാൽ ഇപ്പോൾ അത് സുവിശേഷം എന്ന് പറയുന്നില്ല, സദ്വാർത്ത എന്ന് പറയുന്നില്ല, അത് ന്യായപ്രമാണത്തിന്റെ എന്താണ് പ്രസന്റേഷനാണ്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ അറിയിക്കുന്ന ഈ സദ്വർത്തമാനം ഇത് ഞാൻ മനുഷ്യരോട് പഠിച്ചിട്ടില്ല, പ്രാപിച്ചിട്ടില്ല. പിന്നെ യേശു ക്രിസ്തുവിനാലും അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും എത്രേ അപ്പോസ്തലനായ പൗലോസും 1-ാം അധ്യായം 1 വായിക്കുന്നത്. ഇല്ല, ഈ 12 ശേഷം വായിച്ചു. ഞാനത് മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല. അതിൻ്റെ തന്നെ ഒരു വേർഷനാണ് അവിടെ. പഠിച്ചിട്ടുമില്ല. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ എത്രേ ഞാൻ പ്രാപിച്ചത്. എങ്ങനെയാ പ്രാപിച്ചത്? ബൈ ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം തലക്കെട്ട് എന്താണ്? റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് എന്നാണ്. മലയാളത്തിൽ യോഹന്നാൻ ഉണ്ടായ വെളിപ്പാടെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ആമേൻ. എന്നാൽ ഇംഗ്ലീഷ് എഴുതി വെച്ചിരിക്കുന്നത് റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഇവിടെ പോൾ പറയാണ്, ഞാൻ നിങ്ങളെ ഗലാത്യ സഭയ്ക്കുള്ളിൽ വന്ന് ഞാൻ അവതരിപ്പിച്ച സുവിശേഷം മനുഷ്യരോട് പഠിച്ചിട്ടുമില്ല, പ്രാപിച്ചിട്ടുമില്ല, മറിച്ച് ഞാൻ പ്രാപിച്ചത് എവിടുന്നാ? യേശു ക്രിസ്തുവിനാൽ എത്രേ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ എത്രേ. എന്നിട്ട് പറയാണ്, മുമ്പ് യഹൂദ മതത്തിലെ എൻ്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഗലാത്യക്കാരോട് പറയാണ്, മുമ്പ് ഞാൻ ആരായിരുന്നു എന്നും ഞാൻ എങ്ങനെയാണ് നടന്നതെന്നും ഞാൻ എന്താണ് പ്രസംഗിച്ചതെന്നും എൻ്റെ പ്രവൃത്തികൾ എന്താണെന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിച്ചു. ഇസ്രായേലായിരുന്നു ദൈവത്തിന്റെ സഭ എന്നായിരുന്നു താൻ പഠിപ്പിച്ചു വന്നിരുന്നത്, ദൈവത്തിന്റെ ജനമെന്നും. എന്നാൽ ഇപ്പോൾ പറയുകയാണ്, താന് കുറച്ച് നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് കാര്യമാണ്? ദൈവത്തിന്റെ സഭയെ ഉപദ്രവിച്ച് മുടിക്കുക. ഇതായിരുന്നു എൻ്റെ പരിപാടി. ഇത് ഞാൻ ചെയ്തു വന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ എന്താ ചെയ്തത്? ഞാൻ എൻ്റെ പിതൃ പാരമ്പര്യത്തെക്കുറിച്ച്, ദൈവസഭയ്ക്ക് എന്തില്ല? പിതൃ പാരമ്പര്യം ഇല്ല. ദൈവസഭയ്ക്കകത്തില്ല ആരില്ല? കൊച്ചുമക്കൾ ഇല്ല. ദൈവസഭയ്ക്കകത്ത് എല്ലാവരും എന്താണ്? മക്കൾ മാത്രമേ ഉള്ളൂ. 95 കഴിഞ്ഞ വല്യപ്പനും അയാളുടെ മകൻ 65 വയസ്സുള്ള അപ്പനും അയാളുടെ മകൻ 35 വയസ്സുള്ള മകനും അയാളുടെ കൊച്ചു പൈതൽ 10 വയസ്സുള്ള ബാലനും ദൈവത്തിന് മുമ്പിൽ വീണ്ടും ജനിച്ച് ആരായിത്തീരും? മക്കളായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പാരമ്പര്യത്തിൽ വിശ്വസിച്ചാൽ, പാരമ്പര്യങ്ങളുടെ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് പാരമ്പര്യങ്ങൾ ആലോചിച്ചു തരുന്ന കാര്യങ്ങളിൽ നടക്കുന്ന ഒരുവനും ദൈവവുമായിട്ട് ബന്ധമില്ല. ദൈവത്തോട് നാം ചേരണമെങ്കിൽ നാം പുതിയ ജനനത്തിലൂടെ മകനായി ജനിക്കണം, അല്ലെങ്കിൽ മകളായിട്ട് ജനിക്കണം. അതുകൊണ്ട് പോൾ ഇവിടെ പറയുകയാണ്, ഞാൻ എൻ്റെ പിതൃ പാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം ഏരിവേറി എൻ്റെ പിതാക്കന്മാർ അനുഷ്ഠിച്ചു വന്നിരുന്ന എല്ലാ പാരമ്പര്യങ്ങളിലും ഞാൻ കേവലം പള്ളിയിൽ പോകുന്ന ഒരാൾ മാത്രമായിരുന്നില്ല. പിന്നെ ഞാൻ എന്തായിരുന്നു? അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതിനുവേണ്ടി തീഷ്ണതയോടെ ചെയ്തവനാണ്.
എൻ്റെ എരിവ് ഭയങ്കര കൂടുതലായിരുന്നു. ആമേൻ. വേറെ ആരും ആ കൂട്ടത്തിൽ അത്രമാത്രം എരിവുള്ള ഉണ്ടായിരുന്നില്ല. ഞാൻ എന്ത് ചെയ്തു? എൻ്റെ സ്വതജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും, എൻ്റെ പ്രായത്തിൽ എന്നോടൊപ്പം ഗമാലിയലിൻ്റെ പാദപീഠത്തിൽ പഠിക്കുന്ന ഇതര ശിഷ്യന്മാരെക്കാളും എൻ്റെ സമൂഹത്തിൽ, എൻ്റെ കുടുംബങ്ങളിൽ ഉള്ള എൻ്റെ പ്രായത്തിലുള്ള യൗവനയുക്തരായ ചെറുപ്പക്കാർ എത്രമാത്രം ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചോ അതിനേക്കാളെല്ലാം എരിവുള്ളവനായിരുന്നു ഞാൻ. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ അധികം മുതിരുകയും ചെയ്തു പോന്നു. എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചവൻ. ഇപ്പോൾ അവന് മനസ്സിലായി എന്നെ വേർതിരിച്ചത് എന്നാണ്. എൻ്റെ ജനനത്തിൽ തന്നെ വേർതിരിച്ചു. കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ പൗലോസ് പറയണ എന്നെ ലോക സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൽ തെരഞ്ഞെടുത്തു. ആമേൻ. അപ്പോൾ നമ്മയും നമ്മൾ ജനിക്കുന്നതിന് മുമ്പ്, ലോക സൃഷ്ടിക്ക് മുമ്പ് ദൈവം തെരഞ്ഞെടുത്തു. പക്ഷേ തൻ്റെ പിതാക്കന്മാരെ തനിക്ക് കാണിച്ചെന്ന വഴികളിൽ നടന്ന് അവനെ പാഠശാലകൾ കൊണ്ട് പഠിപ്പിക്കാനാക്കിയെടുത്ത് പഠിച്ച് ആ എരിവിൽ യഹോവയല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് യഹോവയുടെ സ്ഥാനത്തെ എന്തെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തെ, മറ്റെന്തെങ്കിലും ഒരു ഉപദേശത്തെ കൂട്ടിച്ചേർക്കുന്നവനെല്ലാം മരണയോഗ്യരെന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ആദരിക്കുകയും ചെയ്തു വന്നവൻ ഇപ്പോൾ പറയുകയാണ്, ഹല്ലേലൂയ, യേശു ക്രിസ്തു എന്താണ്? ജീസസ് ക്രൈസ്റ്റ് ഇസ് എ റെവലേഷൻ ഓഫ് ഗോഡ് എന്നാണ് നമ്മൾ വായിച്ചത്. അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം. എന്താണ് ദൈവമർമ്മം? യേശു ക്രിസ്തു ദൈവമാകുന്നു എന്നുള്ളതാണ് പരിജ്ഞാനം. ഹല്ലേലൂയ. അങ്ങനെ ക്ലിയർ ആയിട്ട് സിമ്പിൾ ആണത്. എന്താണ് ബൈബിൾ പറയുന്നത്? ബൈബിൾ ടെൽ us that the mystery of God is Jesus Christ. ദൈവമർമ്മം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? യേശു ക്രിസ്തുവാണ് ദൈവമർമ്മം. യേശു ക്രിസ്തു ദൈവത്തിൽ ഒരാളാണ് എന്ന് പറയുന്നതിനകത്ത് എന്തില്ല? ഒരു മർമ്മവുമില്ല. അത് നിങ്ങളുടെ പൊട്ടബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ ബൈബിളിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. കാരണം ബൈബിൾ ഇങ്ങനെയുള്ള ആളുകളെ പിടിച്ചിടാൻ വേണ്ടി അതിനകത്ത് അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാനും കൊടുക്കാനുമുള്ള വക ദൈവം ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ബൈബിൾ എഴുതിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ളവർക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഞാൻ തുടക്കത്തിലേക്ക് പരാമർശ വഴിയിലേക്ക് വരുമ്പോൾ, വിശുദ്ധ പൗലോസ് ഒരു സുവിശേഷവും വായിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഒരു ലേഖനവും വായിച്ചിട്ടില്ല. അവനാകപ്പാടെ ഏറ്റവും വലിയ പരിജ്ഞാനം, ആഴത്തിൽ ബുദ്ധിപരമായ പരിജ്ഞാനം ഉണ്ടായിരുന്ന പുസ്തകങ്ങളായിരുന്നു മോശ തുടങ്ങി സകല പ്രവാചകന്മാരും എഴുതി പൂർത്തിയാക്കിയ യഹൂദന്റെ പുസ്തകമായ തനാക്ക്. ഈ പുസ്തകത്തെക്കുറിച്ച് തനിക്കുണ്ടായിരുന്ന പരിജ്ഞാനത്തിൽ ഒരു ദൈവം ഉണ്ടായിരുന്നു. ആ ദൈവം യഹോവയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ദൈവമല്ലാതെ മറ്റൊരു ദൈവമല്ലെന്നും അവൻ അറിയാമായിരുന്നു. എന്നാൽ താൻ പഠിച്ച പുസ്തകത്തിനകത്ത് ക്രിസ്തു ഉണ്ടായിരുന്നു, മെസ്സിഹ ഉണ്ടായിരുന്നു. ആ മെസ്സിഹ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയായിരുന്നു. ആ മെസ്സിഹ കാലസമ്പൂർണതയിൽ മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി അറുക്കപ്പെടേണ്ട കുഞ്ഞാടായി വെളിപ്പെട്ട് വരുന്നു എന്നുള്ള കാര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം മറഞ്ഞു കിടന്ന കാര്യങ്ങളായിരുന്നു. ഇന്നും ഈ വിധത്തിൽ ബൈബിളിനെ പരിശോധിക്കുന്ന എല്ലാവർക്കും ഇത് മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഇപ്പോഴും മർമ്മമാണ്. ഹല്ലേലൂയ. എന്നാൽ ആ മർമ്മം പൊരുൾ തിരിച്ചു കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വെളിപ്പാടുണ്ടാകണം. ഈ വെളിപ്പാട് ലഭിച്ചവർക്ക് ഈ പുസ്തകത്തിൽ ഇന്നൊരു കൺഫ്യൂഷൻ്റെയും കാര്യമില്ല. ഉണ്ടോ? ഒരു കൺഫ്യൂഷൻ്റെയും കാര്യമില്ല. ബൈബിൾ ഒരു കോൺട്രാഡിക്ടറി ഒരു ബുക്കല്ല. ഈ പുസ്തകത്തിലെ ഒരു പുസ്തകവും കോൺട്രാഡിക്റ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഒരു ട്രിനിറ്റേറിയന്റെ വേർഷനിൽ ബൈബിൾ വായിച്ചാൽ ഈ പുസ്തകത്തിൽ കോൺട്രഡിക്ഷൻ ഉണ്ടോ? ഈ പുസ്തകത്തിൽ പരസ്പരം യോജിക്കാത്ത പല കാര്യങ്ങളും ഒരു ട്രിനിറ്റേറിയൻ, കാരണം അവന്റെ അടിസ്ഥാന പ്രമാണത്തിൽ ദൈവം മൂന്നാണ്. ഹല്ലേലൂയ. ആ മൂന്ന് ദൈവം കൊണ്ടുവരുമ്പോൾ മൂന്ന് ദൈവത്തെ കണ്ടുപിടിക്കാൻ അതിനകത്ത് കഴിയും. എന്നാൽ ബൈബിളിന്റെ അടിസ്ഥാന ഉപദേശം ദൈവം ഏകനാണ്. ഹല്ലേലൂയ. ആ ഏക ദൈവമാണ് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് 1 തിമോത്തി 3:16 പറഞ്ഞത്. അല്ലെങ്കിൽ പൗലോസ് പറയാണ് ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ഫ്ലഷ്. പൗലോസിന് എത്ര ദൈവമുണ്ട്? ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം ഇസ്രായേൽ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഒരു പേരാണ് തൻ്റെ പേരായി യഹോവ. ആ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ മാംസം ധരിച്ച് നമ്മുടെ വീണ്ടെടുപ്പുകാരനായി വന്നത്. കാരണം ദൈവത്തിൻ്റെ നീതി ഇങ്ങനെയാ. ദൈവത്തിൻ്റെ നീതി, ഞാൻ പാപം ചെയ്ത്, ദൈവത്തോട് പാപം ചെയ്ത് ഞാൻ പാപത്തിൽ മരണപ്പെട്ടു. ദൈവത്തോട് പാപം ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നാം ദൈവത്തിൻ്റെ ജീവൻ സംബന്ധിച്ച് മരണപ്പെട്ടു.
ഇനി എനിക്ക് പരിഹാരം ചെയ്ത് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകാൻ കഴിയില്ല. കഴിയോ? പക്ഷെ ദൈവം ആഗ്രഹിക്കുകയാണ് ഞാൻ അവൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരണം. അങ്ങനെ മടങ്ങി വരണമെങ്കിൽ ദൈവം മനുഷ്യന് കൊടുത്ത ഒരു കൽപ്പനയാണ്, ഒരു പ്രമാണമാണ്. എന്ത് ചെയ്തത്? പാപത്തിന്റെ ശമ്പളം എന്താണ്? മരണം. ഹല്ലേലൂയ. അങ്ങനെ നാം പാപത്തിന്റെ ശമ്പളത്തിന് ലിറ്ററലി നാം മരിച്ചിട്ടില്ലെങ്കിലും ആത്മീയമായി ദൈവം നിത്യജീവനും നാം നിത്യമരണത്തിനും യോഗ്യരായി പുറത്തു കടന്നപ്പോൾ നമ്മെ സ്നേഹിച്ച ദൈവം തൻ്റെ കാരുണ്യത്തിന്റെ സമ്പന്നത കൊണ്ട്, കൃപാസമ്പന്നത കൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയാണ് മനുഷ്യനെ വീണ്ടെടുക്കുക എന്നുള്ളത്. അങ്ങനെ മനുഷ്യനെ വീണ്ടെടുക്കുമ്പോൾ പാപത്തിന്റെ ശിക്ഷയായ മരണം നമ്മൾ വരിച്ചേ വരുള്ളൂ. എന്നാൽ നാം മരിച്ചാൽ തിരിച്ചു വരവ് അസാധ്യമായതുകൊണ്ട് ദൈവം എന്താ ചെയ്തത്? ട്രിനിറ്റേറിയന്റെ വേർഷനിൽ പറഞ്ഞാൽ രണ്ടാമത്തവനെ വിട്ടു. എന്തിന്? എൻ്റെ പാപത്തിന് പരിഹാരം വരുത്താൻ. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു ദൈവത്തെ വിശ്വസിക്കുക പ്രയാസമാണ്. ദൈവം ബൈബിൾ എഴുതിയിട്ടുണ്ട് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് വെളിപ്പാട് വേണം. ആരാണ് പുത്രൻ? മക്കൾ ജഡത്തിലും രക്തത്തിലും വന്നപ്പോൾ എബ്രായർ 2:14 പറയുകയാണ്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട്. ആര്? ആദാം തുടങ്ങി ഞാനും നിങ്ങളും ജഡത്തിലും രക്തത്തിലും വന്നതുകൊണ്ട് അപ്പനും ജഡരക്തത്തോടുകൂടി വന്നു. അതാണ് ദൈവപുത്രൻ. ദൈവം ഒരു പുത്രനായി നമ്മിൽ ഒരുവനായി വെളിപ്പെടുന്നതിനെയാണ് ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത്. അതിന് ഒരു പ്രവർത്തന മണ്ഡലമുണ്ട്, അതിനൊരു പദ്ധതിയുണ്ട്, അതിൽ നിവർത്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അത് നിവർത്തിക്കാൻ വേണ്ടി ദൈവം തന്നെത്താൻ സ്വയം നമ്മെ വീണ്ടെടുക്കാൻ വന്നു. അങ്ങനെ ഒരു ദൈവത്തെയാണ് നമുക്ക് വിശ്വസിക്കാൻ ഇഷ്ടം. എന്നോട് എൻ്റെ മകൻ പാപം ചെയ്യാൽ അവൻ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അടുത്തൊരുവനെ അയച്ചിട്ട് അവനെ കുഴിയിൽ നിന്ന് പൊക്കിക്കൊണ്ടുവരുവാൻ പറയാൻ പോയി കഴിഞ്ഞാൽ എനിക്കൊരു പെയിനുമില്ല. എന്നാൽ ഇവിടെ സാക്ഷാൽ ആദാം നഷ്ടപ്പെട്ടപ്പോൾ വേദനിച്ചതാരാണ്? ഉൽപ്പത്തിയിൽ 1-ാം അധ്യായം വായിക്കുന്ന ദൈവം. ആ ദൈവത്തിലെ രണ്ടാമൻ വേദനിച്ചെന്നോ മൂന്നാമൻ വേദനിച്ചെന്നോ ഒന്നാമൻ വേദനിച്ചെന്നോ അല്ല, ദൈവത്തിന്റെ ഹൃദയമാണ് വേദനിച്ചത്. അപ്പോൾ ആ വേദനയ്ക്ക് ഒരു പരിഹാരമേ ഉള്ളൂ. ജീവൻ കൊടുക്കണം, രക്തം കൊടുക്കണം. രക്തം കൊടുക്കാൻ ആത്മസ്വരൂപനായ ദൈവത്തിന് കഴിയില്ല. അതുകൊണ്ട് ആത്മാവും ജീവനുമായ ദൈവം ജഡവും രക്തവും ധരിച്ച് നമ്മളെ വീണ്ടെടുക്കാൻ വന്നു എന്നാണ് എബ്രായ ലേഖനം 2:14 പറയുന്നത്. അങ്ങനെ അവൻ ജഡരക്തധാരികളെ വീണ്ടെടുക്കുവാൻ ലോകത്തിലേക്ക് വന്നു. തൻ്റെ ജഡത്തിൽ മരിച്ചുകൊണ്ട് മരണത്തിലേക്ക് മകനെ പുത്രന്മാരെ നിത്യമരണത്തിന്റെ ദണ്ഡനത്തിലേക്ക് വീഴ്ത്തിയ പിശാചിനെ തൻ്റെ മരണം കൊണ്ട് തോൽപ്പിച്ച് ഹല്ലേലൂയ അവൻ ദൈവമായി ഉയർത്തി വീണ്ടും എഴുന്നേറ്റു. ഹല്ലേലൂയ. ആ യേശുക്രിസ്തുവിനെ ഹല്ലേലൂയ വെളിപ്പാടിനാൽ അറിഞ്ഞതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഹല്ലേലൂയ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. ആ ജഡത്തിൽ വെളിപ്പെട്ട ദൈവ ആത്മാവിനാൽ നീതീകരിക്കപ്പെട്ടു. അവൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു. അവൻ തേജസ്സോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങിപ്പോയി. അവൻ എങ്ങനെ തേജസ്സോടെ മടങ്ങിപ്പോയോ അതേ തേജസ് പ്രാപിച്ച വിശുദ്ധന്മാരെ ചേർക്കാനായിട്ട് അവൻ വീണ്ടും വരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്താണ്? ദൈവം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ദൈവത്തിന്റെ മർമ്മം എന്തെന്ന് ചോദിച്ചാൽ ക്രൈസ്റ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്. ക്രിസ്തുവാണ് ദൈവ മർമ്മം. ഹല്ലേലൂയ. അനേകർക്ക് സ്വീകരിക്കാൻ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? വെളിപ്പാട് ഇല്ലാത്തവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അവരുടെ ചോദ്യങ്ങൾക്ക് തൃപ്തി കൊടുക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അവരുടെ കുഴപ്പമല്ല. പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെയും കുഴപ്പമല്ല. പിന്നെന്താ കുഴപ്പം? അവരെ അതിനു വേണ്ടി ദൈവം ഉപയോഗിച്ചിട്ടില്ല, അല്ലെ തിരഞ്ഞെടുത്തിട്ടില്ല. അവർക്ക് ഈ പ്രമാണങ്ങൾ, ബുദ്ധിയുടെ പ്രമാണങ്ങളിൽ എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. അത് സമർത്ഥിക്കാനും അവർക്ക് കഴിയും. എന്നാൽ ഈ ബൈബിളിലെ ദൈവം ഏകനാണ്. ആ ദൈവം തന്നെയാണ് ജഡത്തിൽ വെളിപ്പെട്ടതെന്നും അവൻ ദൈവത്തിൻ്റെ പ്രതിമയാണെന്ന് അല്ലെങ്കിൽ ഇമേജ് ആണെന്നും പറയുന്നതിനെ അവർക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അപ്പോൾ അവർ പറയും 3 യഹോവമാരുണ്ട്, അതിൽ രണ്ടാമത്തെ യഹോവയുടെ ഇമേജ് ആണ് യേശു ക്രിസ്തു. അങ്ങനെയും പറയുന്നവരുണ്ട്. ഞാൻ കേവലം തമാശ പറയുന്നല്ല, നിങ്ങൾക്കറിയാം 3 യഹോവവാദികളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ദൈവവചനത്തെ വെളിപ്പാടില്ലാതെ സമീപിക്കുന്നവരെല്ലാം ഇടറിപ്പോകാനുള്ള കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ തന്നെയുണ്ട്. അനേകർക്ക് ഇത് ഇടർച്ചയും കുടുക്കും കെണിയുമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇന്നും ഈ കുടുക്കിൽ പെട്ടുകിടക്കുന്നത്. ഇസ്രായേലിൽ ഇന്നും ദൈവം തന്നെയാണ് ജഡത്തിൽ വന്നതെന്ന് അറിയുവാണെങ്കിൽ
ഈ കുടുക്കിന്റെ പ്രശ്നമില്ല. ബൈബിൾ പൗലോസ് റോമക്കാരായ ദൈവസഭയോട് പറയുമ്പോൾ പറയുകയാണ്, അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും ന്യായപ്രമാണവും പിന്നെ ആരാധനയും പിതാക്കന്മാരും എല്ലാം അവരുടേതാണ്. ഹല്ലേലൂയ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നത്രേ ഉത്ഭവിച്ചത്. അവൻ എല്ലാറ്റിനും മീതെ എന്നേക്കും ദൈവമായി വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. ഒരു യഹൂദൻ പറയുകയാണ്, ക്രിസ്തു എല്ലാറ്റിനെയും മീതെയുള്ള ദൈവമാണ്. എത്ര ദൈവമുണ്ട്? ഒരു ദൈവം. ഈ പ്രപഞ്ചത്തിൽ ദൃശ്യവും അദൃശ്യവുമായ സകല കാര്യങ്ങളെയും മീതെ അധികാരിയായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ആ ക്രിസ്തു സകലത്തിനും മീതെ ദൈവമായി വാഴ്ത്തപ്പെട്ടിരിക്കുന്നത് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ അതിനെ നിഷേധിക്കും? നിങ്ങൾ ഈ പുസ്തകം ഇതിനകത്ത് എഴുതിയിരിക്കുന്ന പോലെ പ്രസംഗിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ചിലത് വിഴുങ്ങണം, ചിലത് കണ്ടില്ലെന്ന് അടിക്കണം, ചിലതിനെ നിങ്ങളുടേതായ വാഗ്ധോരണി കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടേതായ വേർഷൻ വ്യാഖ്യാനങ്ങൾ കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ചു കൊടുക്കണം. എന്നാൽ നമുക്ക് ഒരു സംഘടനയോടും കടപ്പാടില്ല. ബൈബിൾ പഠിപ്പിക്കാത്ത ഒരു ദൈവത്തെ പ്രസംഗിക്കാനും നമുക്ക് ആരുടെ അടുത്തും നമ്മൾ തിട്ടൂരം വാങ്ങിച്ചിട്ടില്ല. നമ്മൾ ആരുടെ അടുത്ത് പണം വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് ബൈബിൾ പ്രസ്താവിക്കുന്ന ദൈവത്തെ സത്യസന്ധമായി ജനങ്ങളോട് പറയുന്നതിൽ നമുക്ക് ഒരു തടസ്സവുമില്ല. ഹല്ലേലൂയ. കാരണം നാം സേവിക്കുന്ന ദൈവം ആരെന്നറിഞ്ഞാണ് നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഒരു കുട്ടി ദൈവമല്ല. നമ്മുടെ ദൈവം സകലവും സൃഷ്ടിച്ചുണ്ടാക്കിയ സർവശക്തനായ ദൈവമാണ്. ആ സർവശക്തനായ ദൈവം താനാണ് എന്ന് യേശുക്രിസ്തു വെളിപ്പാട് 1:8 പറയുന്നുണ്ട്. ഹല്ലേലൂയ. സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു പറയുന്നത്. ഹല്ലേലൂയ. ആ ജീവനുള്ള ദൈവം, ഹല്ലേലൂയ, അതേക്കുറിച്ച് പൗലോസ് പറയുകയാണ്, അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം. ഇംഗ്ലീഷിൽ പറയുകയാണ്, that their hearts might be comforted, being knit together. ഒരുമിച്ച് മെനയണം, ഒരുമിച്ചുണ്ടാക്കണം വിശുദ്ധ സഭ. knit together in love and unto all riches of the full assurance of the understanding to the acknowledgement of that the mystery of God, of the Father and of Christ. ക്രിസ്തു ദൈവമാകുന്നു. ക്രിസ്തുവും ദൈവവും തമ്മിൽ ഉള്ള മർമ്മം എന്താണ് എന്നുള്ളത് അറിയാൻ വേണ്ടി ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, in whom are hidden all the treasures of wisdom and knowledge. അവനിൽ ജ്ഞാനവും പരിജ്ഞാനവും എല്ലാം അവനിൽ ഗുപ്തമായിട്ടിരിക്കുന്നു. ആ യേശുവിനെ അറിയുക എന്നുള്ളത്, അറിയാതെ നമ്മുടെ ആരാധന എത്ര വലിയ ആരാധന കഴിച്ചാലും, എത്ര ഉപവാസ പ്രാർത്ഥന കഴിച്ചാലും, നാം ആരാധിക്കുന്ന ദൈവത്തെ അറിയുന്നില്ലെങ്കിൽ നമ്മുടെ ആരാധനയൊക്കെ വെറുതെ പാഴായി പോവുകയുള്ളൂ. ഇത്തരം ആരാധനകൾ കൈനീട്ടി സ്വീകരിക്കാൻ വേറൊരുത്തിന് ഇരിപ്പുണ്ട്. അവന് സമ്പൂർണ്ണമായിട്ടൊന്നും വേണമെന്നില്ല, അവന് ഇങ്ങനെ കിട്ടിയാലും മതി. ഹല്ലേലൂയ. അവനെ ഈ ആരാധനയെല്ലാം കൊണ്ടുപോകും. നമ്മുടെ കർത്താവ് ഇത്തരമായ ആരാധനകൾ ഒരിക്കലും പ്രസാദിക്കുന്നില്ല. നമ്മൾ എത്ര വലിയ ഓർക്കസ്ട്ര കൊണ്ട് ആരാധിച്ചാലും, ഈ ഭൂമിയിലെ സകല വാദ്യാഘോഷങ്ങളും വാദ്യോപകരണങ്ങളും അതിനെ പ്ലേ ചെയ്യാൻ കഴിയുന്ന വലിയൊരു സംഘം ഗായകന്മാരെ അണിനിരത്തിയാലും, നിങ്ങളുടെ പുൾപിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്നവൻ ദൈവം 3 ദൈവങ്ങളാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആരാധന ചെന്നു ചേരുന്നത് ഈ മനോഹരമായ ഗാനങ്ങളും ഇവിടെ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളും ആരാധനയും ചെന്നു ചേരുന്നത് ഒരിക്കലും ദൈവത്തിലായിരിക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ഒരു വാക്യത്തിലേക്ക് തന്നെ മടങ്ങി പോവുകയാണ് ഞാൻ. അത് എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങളത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. മതി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കുറെ കാര്യങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. എന്താണ് മർമ്മം എന്ന അതിന്റെ തലേവാക്യം നമ്മൾ വായിച്ചു. സഭയാണ് ആ മർമ്മം അല്ലെ? കഴിഞ്ഞ ആഴ്ച പറഞ്ഞു സഭ ഒരു മർമ്മം അല്ലേ? സഭ ഒരു മർമ്മം അല്ലേ? ആണോ? ആ മർമ്മം ഇന്ന് ആർക്കും പിടികിട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ പെട്ടിക്കട പോലത്തെ സഭകൾ ഉണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ഈ എന്തിന് അവനിൽ ക്രിസ്തുവിൽ നമ്മൾ ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു എന്ന് പറഞ്ഞ ശേഷം
അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തു യേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. ഞാൻ നിങ്ങൾ ജാതികളായ ആളുകളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ യേശു ക്രിസ്തുവിന്റെ തടവുകാരനായിരിക്കുക. എന്തിനാ എൻ്റെ പണി എന്താ? തടവിലിട്ടവൻ പറയുന്നത് ചെയ്യുക, അല്ലേ? അതല്ലേ ഒരു തടവുകാരൻ്റെ ജോലി. അല്ല നമ്മുടെ ഇഷ്ടങ്ങൾ തടവിനകത്ത് കിടന്ന് നിർവഹിക്കാൻ പറ്റുമോ? തടവിൽ നിനക്ക് ഇന്ന കാര്യങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതേ അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരു അടിമയെ പോലെ യജമാനന്റെ ഇഷ്ടം നിറവേറ്റുക. ആ യജമാനനായ എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റേണ്ടതിന് ഞാൻ എന്തായിരിക്കുകയാണ്? ഞാനൊരു തടവുകാരനായിരിക്കുക. എന്നിട്ട് പറയാണ്, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപ. അപ്പോൾ ഈ കിട്ടിയേക്കുന്നതൊക്കെ ആർക്കാണ്? നമുക്കറിയാം, ഒരുപാട് വരങ്ങളും ദാനങ്ങളും ഒക്കെ ലഭിച്ച ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അതെല്ലാം അവർക്ക് ലഭിച്ച അവർക്കുള്ള കൃപയായിട്ട് അവർ പറയുന്നത്, അല്ലേ? ഈ ദൈവകൃപ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ, വന്ന് പ്രസംഗിക്കണമെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണം. നല്ലൊരു വണ്ടി അയച്ചു തരണം, ഇന്നോവ ക്രിസ്റ്റയിൽ കുറയാത്തൊരു വണ്ടി അയച്ചു കൊടുക്കണം, പിന്നെ ഇത്ര രൂപയും വേണം എന്ന് വന്നു കഴിഞ്ഞാൽ ചെയ്യാം. അപ്പോഴും ദൈവം ഈ വന്നിരിക്കുന്ന പാവങ്ങൾക്ക് വേണ്ടി ഇവന്റെ കയ്യിലൂടെ പ്രവർത്തിക്കും. അത് ദൈവത്തിന്റെ മാന്യത. ഹല്ലേലൂയ. എന്നിട്ട് ആ ദൈവം അവരോട് പറയും, നിന്നെ ഞാനന്ന് പാമ്പാടിയിൽ വലിയ കൺവെൻഷൻ നടത്തിയിരുന്നല്ലോ കർത്താവേ, അന്നൊരു മുടന്തൻ സൗഖ്യം പ്രാപിച്ചില്ലേ, കുരുടൻ, പക്ഷെ ഞാൻ നിന്നെ അറിയില്ല. അന്ന് ഞാൻ നിന്നോട് പറയും, നിന്നെ ഞാൻ അറിയുന്നില്ല. അവർക്ക് അയ്യോ ഏത് അവിടെ വെച്ച് ഇന്ന ആളുകളൊക്കെ വേദിയിലുള്ള എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. കാരണം ദൈവം ഈ വന്നിരിക്കുന്ന അപ്പരാധികൾക്ക് വേണ്ടി, കാരണം സുവിശേഷം നിർബന്ധത്താലും അല്ലെങ്കിലും പ്രസംഗിക്കുന്ന യേശുവിനെ അല്ലെന്ന് പൗലോസ് പറഞ്ഞു. കാശ് മേടിച്ചിട്ടായാലും ഇവൻ പ്രസംഗിക്കുന്നത് യേശുവിനെ അല്ലേ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇവിടെ പറയാണ്, ഞാൻ ബദ്ധനായിരിക്കും എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ലഭിച്ച ദൈവകൃപ. ഹല്ലേലൂയ. പോൾ പറയാ, അന്തസ്സോടെ അഭിമാനത്തോടെ പറയാണ്, ഈ കൃപ എനിക്ക് ലഭിച്ചേക്കുന്നത് ആർക്ക് വേണ്ടിയാ? ദൈവസഭയ്ക്ക് വേണ്ടി ലഭിച്ചതാ. ഈ ദൈവകൃപ എന്താ? അതിന്റെ വ്യവസ്ഥയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ, മേളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതുപോലെ എഴുതിയതുപോലെ, എനിക്ക് എന്ത് ചെയ്തു? വെളിപ്പാടിനാൽ ഒരു മർമ്മം അറിവായി വന്നു. ഹല്ലേലൂയ. പൗലോസിന് മനസ്സിലായി, ന്യായപ്രമാണത്തിലെ യഹോവ യേശുക്രിസ്തു എന്നുള്ളത് എങ്ങനെ വെളിപ്പെട്ടു? ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അവന് മർമ്മം അറിവായി വന്നു. എന്നിട്ട് എന്താണ്? എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എനിക്ക് ഈ മർമ്മം വെളിവായത് ഞാൻ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ എവിടുന്ന് കേട്ടത്? മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചിട്ടുമില്ല, മനുഷ്യരോട് പഠിച്ചിട്ടുമില്ല. ഇത് വെളിപ്പാടിനാന്നുള്ളത് ഞാൻ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എനിക്ക് ലഭിച്ചത് എങ്ങനെയാണെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം, ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എന്താണ്? യേശു ക്രിസ്തു ആരാന്നുള്ള രഹസ്യത്തെ സംബന്ധിച്ച് എനിക്ക് ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ ബോധം, എൻ്റെ അറിവ്, എനിക്ക് കിട്ടിയ പരിജ്ഞാനം, ആ വിസ്ഡം എന്താണ് നിങ്ങൾക്ക് ഗ്രഹിക്കാം. ഹല്ലേലൂയ. നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്, എനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പൗലോസിന് ലഭിച്ചത് കാരണം പൗലോസിൽ വ്യാപരിച്ച അതേ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടാണ്. അതിന്റെ 1 കോടിയിൽ ഒരു അംശം മാത്രമാണെങ്കിലും എന്നിലും നിങ്ങളിലും വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിലും ഗ്രഹിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് പറയാണ്, ആ മർമ്മം ഈ നമ്മൾ പൗലോസിന്റെ ലേഖനങ്ങൾ പഠിച്ചാൽ കാണാൻ സാധിക്കുന്നവരുണ്ട്. 21 പ്രാവശ്യമാണ് പൗലോസ് മർമ്മം എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. അധികവും എഫേസ് ലേഖനത്തിലും കൊളോസ് ലേഖനത്തിലും. ഹല്ലേലൂയ. മർമ്മം ഇന്നും അതൊരു രഹസ്യമായിട്ട് കിടക്കുക. വലിയ വലിയ സഭകളടക്കം, വലിയ വലിയ പെന്തക്കോസ്തൽ സഭകളടക്കം ഇന്നും അത് തല്ലിപ്പൊട്ടിക്കാൻ പറ്റാത്തൊരു കല്ലായി കിടക്കുക. നമുക്ക് പറയാറില്ലേ, നായ്ക്ക് മുഴുവൻ തേങ്ങ കിട്ടിയതുപോലെ. വിശക്കുന്നുണ്ട്, പക്ഷെ തല്ലിപ്പൊട്ടിച്ചെടുത്ത് തിന്നാനുള്ള കഴിവ് അവനില്ല എന്ന് പറഞ്ഞതുപോലെ ഈ മർമ്മം, ഈ സ്വർഗീയ രഹസ്യം നമ്മളെ നിത്യതയിൽ എത്തിക്കാൻ പര്യാപ്തമായ ഒരേ ഒരു കാര്യം, ഒരേ ഒരു താക്കോൽ ഇന്നും ഉപയോഗിക്കാൻ കഴിയാതെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതിരിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, ആ മർമ്മത്തെ സംബന്ധിച്ചുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. കാരണം ആ മർമ്മം ഇപ്പോൾ നമ്മളിത് വായിക്കുമ്പോഴും അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ഇന്നും അത് വിശ്വസിക്കുന്ന വിശുദ്ധന്മാർക്കും ഇതുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുക. വെളിപ്പാടിനാൽ വെളിപ്പെട്ടതുപോലെ, ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ എന്തായിരുന്നില്ല? പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല, എന്നും മനുഷ്യർക്ക് അറിവായിട്ട് വരുന്നില്ല. ഹല്ലേലൂയ.
അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവാസികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിന്റെ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. പ്രൈസ് ദി ലോർഡ്. ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാരം പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷകനായി തീർന്നു. എൻ്റെ ഗമാലിയലിന്റെ പാതപെടുത്തി പഠിച്ചു കിട്ടിയ സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല, പിന്നെ എനിക്ക് ലഭിച്ച കൃപാദാനത്താൽ. ഇവിടെയൊക്കെ ചില കാര്യങ്ങൾ തള്ളിക്കയറ്റായിരുന്നു പൗലോസിന്, മിടുക്കൊക്കെ പറയായിരുന്നു. നമ്മുടെ പല ആളുകളായിരുന്നു അത് പറഞ്ഞേനെ. ഹല്ലേലൂയ. എന്നാൽ പൗലോസ് ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ട് അവിടെ എല്ലാം നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ദൈവം തന്നത് എന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കായി തീർന്നു. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ, നമ്മൾ പറയും വിശുദ്ധന്മാരാണ്, അപ്പൊ നമ്മൾ എത്രയും ചെറുതായിരിക്കണം. ഹല്ലേലൂയ. പൗലോസ് പറയാണ് സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനാണ് ഞാൻ. ആണോ? പൗലോസ് ഏറ്റവും വിശുദ്ധന്മാർ ചെറിയതാണോ? പൗലോസിന്റെ എളിമയാണ് താൻ ഏറ്റവും ചെറിയവനാണ് എന്ന് പറയുന്നത്. അപ്പം ബൈബിളിന്റെ വെളിപ്പാട് ലഭിച്ചു കഴിഞ്ഞാൽ ആരും തർക്കിക്കാനും ബാധിക്കാനും ഞാൻ വലിയ പുള്ളിയെന്ന് പറയാൻ പോകത്തില്ല. ഡോക്ടർ എന്നുള്ള പദവി പോലും ഒരിക്കലും അറിഞ്ഞോ അറിയാതെ പോലും ഉപയോഗിക്കാൻ പാടുണ്ടോ? റവറന്റ്, ആരാധനയ്ക്ക് യോഗ്യൻ എന്നാണ് റവറന്റെ അർത്ഥം, ബഹുമാനത്തിന് യോഗ്യൻ. ബൈബിൾ പറയണം അതിന് ഒരുവൻ മാത്രമേ ഉള്ളൂ, ക്രിസ്തു എത്രയെന്ന്. അപ്പൊ ഈ പേരൊക്കെ ഇട്ടുകൊണ്ട് നടന്ന് റവറന്റ്, റൈറ്റ് റവറന്റ്, ഡോക്ടർ എന്നൊക്കെ എഴുതി വെച്ചിട്ട് ഈ പേരിട്ട് നടക്കാൻ ആർക്കും അവകാശമില്ല. അതുകൊണ്ട് ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച്, എന്താണ് പ്രമേയം എന്നുള്ള നിലയിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത ധനം, അതിനെക്കുറിച്ച് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത് വാക്യം നോക്കാം. 9-ാമത്തെ വാക്യത്തിൽ എഫേസർ 3:9. And to make all men see what is the fellowship of the mystery which from the beginning of the world hath been hid in God, who created all things by Jesus Christ. യേശു ക്രിസ്തുവിൽ സകലതും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദി കാലം മുതൽ മറഞ്ഞു കിടന്ന് മർമ്മത്തിന്റെ വ്യവസ്ഥ. ഹല്ലേലൂയ. ഓ ഗ്ലോറി ടു ലോർഡ് ജീസസ്. എന്തല്ലേ ഈ പുസ്തകത്തിന്റെ ആഴങ്ങൾ. ഗ്രേറ്റ്. ഇതെങ്ങനെ ഒരു മനുഷ്യന് ഇന്ന് നമുക്ക് ചിന്തിച്ചുണ്ടാക്കാൻ കഴിയില്ല. ഈ പുസ്തകങ്ങൾ പഴയതും പുതിയതും ചേർത്ത് വെച്ചിട്ട് ഇതിനകത്ത് ഒരു മിസ്റ്ററി ഉണ്ടാക്കാൻ എന്നും ആളുകളെ കോരിത്തിരിപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, ഇതൊന്നും വായിക്കാതെ ഈ സുവിശേഷങ്ങളിലെ ക്രിസ്തുവിനെ നേരിട്ട് കാണുകയോ അറിയുകയോ ചെയ്യാതെ ഈ മർമ്മങ്ങൾ ഇങ്ങനെയെല്ലാം പ്രസ്താവിച്ച് ഇതുപോലെ തെളിവായി എഴുതി വെച്ചതിന് ശേഷവും നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആരുടെ കുഴപ്പം? ഹല്ലേലൂയ. പഠിപ്പിക്കുന്നവരെയും കേൾക്കുന്നവരെയും അല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ മാത്രമേ ദൈവത്തെ അറിയാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ, ഞാൻ നിങ്ങളെ വായിച്ചു കൽപ്പിക്കുന്ന പോലെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവത്താൽ ലോക സൃഷ്ടിക്ക് മുമ്പ് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നിങ്ങൾ വേറൊരു കൂട്ടായ്മയിലും പോയി നിങ്ങൾ തൃപ്തരാകയില്ല. അവിടുത്തെ നിങ്ങളെ ഇക്കിളിപ്പെടുത്തുന്നതും നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതും നിങ്ങളെ ആനന്ദിക്കുന്ന ഉന്മാദിപ്പിക്കുന്നതുമായ ഒരു പ്രസ്താവനകളും നിങ്ങളെ സന്തോഷിപ്പിക്കുകയില്ല. കാരണം അത് നിങ്ങളുടെ അകതാരിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയുന്നത് നിങ്ങളെ പെരിഫറലായിട്ട് പുറമെ നിങ്ങൾക്ക് തൊലിപ്പുറത്ത് ആവേശം ഉണ്ടാക്കാൻ കഴിയുമായിരിക്കാം. എന്നാൽ നിങ്ങളുടെ അകത്തളങ്ങളിൽ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെയുള്ള ദൈവത്തിന്റെ ഭാഗത്തെ ഉത്തേജിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ പറയട്ടെ, അങ്ങനൊന്ന് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ കാഹളധ്വനിയങ്ങൾ എവിടെ നിന്ന് രൂപപ്പെട്ടു മാറും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ട് പൗലോസ് പറയാണ്, അതുകൊണ്ട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച്, വിവരിക്കാൻ കഴിയാത്ത മഹത്വമേറിയ ക്രിസ്തുവിന്റെ ആ ധനത്തെക്കുറിച്ച്, മഹാത്മ്യത്തെക്കുറിച്ച്. അത്ര വലിയ മഹാത്മ്യമാണ് ദൈവത്തിന്റെ പിതാവിന്റെ മഹാത്മ്യം എത്ര വലുതാന്ന് നമ്മൾ ചോദിക്കും. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്താണോ പിതാവ്, യേശു പറഞ്ഞ പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. ഹല്ലേലൂയ. യേശുവിനെ അറിയണമെങ്കിൽ യേശു തന്നെ നമ്മെ പഠിപ്പിക്കണം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ എന്തോരും വാക്യങ്ങളല്ലേ. ഓ ദൈവത്തിന് സ്തോത്രം. ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ എന്റെ പിതാവ് സകലവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇപ്പൊ പിതാവ് ജീവിച്ചിരിക്കെ തന്നെ എല്ലാം എന്ത് ചെയ്തു? പുത്രന് ഭരമേൽപ്പിച്ചു. എന്ന് വെച്ചാൽ
ഇപ്പൊ പിതാവും പുത്രനായിട്ട് എല്ലാം ഒന്നുകിൽ പിതാവിൻ്റെ ഈ 10 പൈസ ഇല്ല, എല്ലാം പുത്രനെ കൊടുത്തു അല്ലേ അല്ലേ ആമേൻ. അപ്പൊ എന്താണോ സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം അത് മുഴുവനും ഈ ജഡം ധരിച്ചു എന്ന പുത്രനെ ഏൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയാണ്, പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പിതാവ് ആരാണ്? പിതാവ് ആരാ? യേശു ആരാ പറഞ്ഞ പിതാവിന്? പിതാവ് ആരാ? ആത്മാവാണ്. ആ ആത്മാവിന് മാത്രമേ ആരെ അറിയാൻ പറ്റുള്ളൂ? പുത്രനെ അറിയാൻ പറ്റുള്ളൂ. പുത്രനെ രണ്ടാമത്തവനായിട്ടല്ല അറിയുന്നത്. ദൈവം ജഡത്തിൽ വന്നതാണ് പുത്രൻ എന്ന് അറിയണമെങ്കിൽ പിതാവിൻ്റെ ആത്മാവായ പിതാവ് നമ്മളിൽ വസിക്കണം. അപ്പോൾ ആ പിതാവ് വസിച്ചെങ്കിൽ മാത്രമേ ഈ പുത്രനെ അറിയാൻ പറ്റുള്ളൂ. ആരാണ് പുത്രൻ എന്നുള്ളത്? ഹല്ലേലൂയ. പുത്രൻ ആരാണ്? അവൻ ജഡരക്തങ്ങളോടുകൂടി വന്നവനാണെന്ന് അറിയാൻ കഴിയുള്ളൂ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയും. നീ പിതാവ് എന്ന് പറയുന്ന ആ വെള്ളത്താടിക്കാരൻ, ആ വലിയ പുള്ളി ഉണ്ടല്ലോ, അത് നീ അറിയുന്ന അല്ല ദൈവം. അങ്ങനെയല്ല. ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരണം. ജഡത്തിൽ വന്ന് ഞാൻ അറിയിച്ചു തന്നത് നിനക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ നീ അപ്പനെ അറിയുള്ളൂ. നിന്റെ അപ്പൻ ജഡത്തിൽ വന്ന് എൻ്റെ അപ്പനാ. അത് സംബന്ധിച്ച് ജഡം സംബന്ധിച്ച് ഞാനും നിനക്ക് സഹോദരൻ. അങ്ങനെയല്ലേ ബൈബിൾ പറയുന്നത്? അവൻ മരിച്ചവരിൽ നിന്ന് ആദ്യജാതനെ നമുക്ക് ആദ്യ സഹോദരനായിട്ട് ഉയർത്തെഴുന്നേറ്റുന്നത്. അപ്പം ഇതെല്ലാം മർമ്മമാണ്. ഇത് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു വലിയ സമൂഹത്തിൽ നിന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ, നമ്മളെ പ്രസംഗിക്കാൻ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളവരെല്ലാം കൂർക്കം വലിച്ച് ഉറങ്ങുള്ളൂ അല്ലേ? ശരിയാണോ? നമ്മളിത് പറയുന്ന പോലെ അത് എന്തൊരു കാര്യങ്ങളാണ് പറയുന്നത്. അവർക്ക് യാതൊരു ചേഞ്ചും ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നും അങ്ങോട്ട് ചെല്ലാനില്ല. അവരെ സംബന്ധിച്ചത് വളരെ മൊണോട്ടണസായി, വളരെ വിരസമായ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുപോകും. എന്നാൽ ആത്മനിറവുള്ളവരെ അകത്ത് എന്തൊക്കെയോ തീ പിടിക്കും. അതാണ് എമ്മാവൂസിലെ പോയ ശിഷ്യന്മാരിൽ കണ്ടത്. ഹല്ലേലൂയ. അവൻ നമ്മോട് വഴിയിൽ വെച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലയോ? ഹല്ലേലൂയ. അപ്പോഴും എന്താ കത്തിക്കൊണ്ടിരുന്നിട്ടും അവൻ അറിയാതെ വേണം ഉപരോധിച്ചു അല്ലേ? താൻ ആരാണെന്ന് അറിയാതെ അവരുടെ കണ്ണുകൾ ഉപരോധിച്ചിട്ട് വചനത്തിന്റെ ആഴങ്ങളെ തുറന്ന് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ, ഉൽപ്പത്തി മുതൽ മലാഖി വരെയും പ്രവാചക ഗ്രന്ഥങ്ങളിൽ തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന എല്ലാം ഓരോന്നായി യെശയ്യാ 53 കാര്യങ്ങളും, യെശയ്യാ 7:14, യെശയ്യാ 9:6, അതുപോലെ മിക്ക പ്രവാചകരുടെ പ്രവചനങ്ങളും എല്ലാം ഒന്നൊന്നായി അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഏകപക്ഷീയമായി ഒരുത്തൻ ഏതാണ്ട് 7 നാഴിക അവരോട് സംസാരിക്കുമ്പോഴെല്ലാം ഇവർ ഹൃദയത്തിൽ കിടന്ന് തീ പിടിക്കുക. പക്ഷേ ആളെ നോക്കിയാൽ ഒരു സാധാരണ താടിക്കാരൻ, ഒരു യഹൂദൻ, അവനോട് ചോദിച്ചു, നീ ഇവിടെ വന്നിട്ട് എവിടുന്ന് യാത്ര തുടങ്ങിയത്? യെരുശലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു കാര്യം അറിയാം, ഈ നാട്ടിൽ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ചയിലൂടെ സംഭവിച്ച കാര്യങ്ങൾ അറിയാം ഇവന്. അപ്പൊ നീ ഇങ്ങനെ യെരുശലേമിലുള്ള ഒരു യഹൂദൻ, നീ മാത്രം പരദേശിയാണോ? നീ മാത്രം ഇതൊന്നും സംഭവിച്ചിട്ട് അറിഞ്ഞില്ലേ? ഏത് കാര്യങ്ങൾ? യേശു ചോദിക്കുക, ഏത് കാര്യങ്ങൾ? അപ്പോൾ പറയണം, നസ്രായനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. അവനാരായിരുന്നു? വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. പക്ഷെ അവൻ മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞു. അവൻ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഉയർത്തെഴുന്നേൽക്കുന്നത് പറഞ്ഞു. ഇത് സംഭവിച്ചിട്ട് 3 ദിവസമായി. ഞങ്ങളുടെ കൂടുതൽ ചില സഹോദരിമാർ രാവിലെ പോയിട്ട് അവൻ്റെ കല്ലറ തുറന്നു കിടക്കുന്നത് കണ്ടു. അവൻ ഉയർത്തെഴുന്നേൽക്കൊക്കെ പറഞ്ഞു. യേശു അവരെ വിളിച്ചൊരു പേരുണ്ട്. നമ്മളാരെങ്കിലും സഭയ്ക്കകത്തിരിക്കുന്നവരെ മന്ദബുദ്ധികളെന്ന് വിളിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. പാസ്റ്റർ ഇനി ആ വീട്ടിലേക്ക് അവൻ വരികയില്ല. അവൻ കുറേ ആളെ ഗ്രൂപ്പ് ഉണ്ടാക്കി പോകും. പക്ഷെ യേശു വിളിച്ച് മന്ദബുദ്ധികളെ എന്നല്ലേ? പ്രവാചകന്മാർ പറഞ്ഞതൊക്കെയും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇതൊക്കെയും സഹിക്കണം. എന്നിട്ട് പറയണം, മോശ തുടങ്ങിയ സകല പ്രവാചകന്മാരിലും നിങ്ങൾ വായിക്കുന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാം എന്നെ കുറിച്ചാണ്. ഹല്ലേലൂയ. ഞാനാണ് ആ പുസ്തകത്തിലെ സെൻട്രൽ ലൈൻ. ഞാനാണ് ആ പുസ്തകത്തിൽ നിങ്ങൾ സേവിച്ചു വന്നിരുന്ന ഇസ്രായേലിന്റെ ദൈവം. അത് എനിക്ക് നിങ്ങളെ വീണ്ടെടുപ്പിന് വേണ്ടി വരുമ്പോൾ ഇതൊക്കെ എനിക്ക് സംഭവിക്കേണ്ടതെന്ന് നിങ്ങൾ അറിയുന്നല്ലയോ? ഹല്ലേലൂയ. തീ പിടിച്ചു. ഇതുപോലെ പ്രസംഗം ഞാൻ പറയുന്നോട് പറയല്ല. ആരെങ്കിലും പ്രസംഗിച്ചാൽ എനിക്ക് തീ പിടിക്കും. തീ പിടിക്കണ്ടേ? തീ പിടിക്കണമെങ്കിൽ നനഞ്ഞ വിറകൊള്ളിക്ക് തീ പിടിക്കത്തില്ല. തീ പിടിക്കാനുള്ള കാര്യങ്ങളതിനകത്തുണ്ടായിരിക്കണം. നമുക്ക് തീ പിടിക്കുന്നുണ്ടെങ്കിൽ ഇന്നും നമ്മൾ ഈ ഒറ്റയ്ക്കും 2 നാളും 3 വേളായിട്ടിരിക്കുമ്പോഴും നമ്മൾ ഇരുന്നിട്ട് നമുക്ക് സങ്കടമില്ല. നമ്മുടെ സഭ വളരുന്നില്ല, ആൾക്കൂട്ടമില്ല, സങ്കടമില്ല.
ഒരുപാട് ആൾക്കൂട്ടം, ഒരുപാട് മല്ലന്മാരെ മോശ മിസ്രൈമിലൂടെ നടത്തിക്കൊണ്ടുവന്ന് എന്നും തലവേദനയായിരിക്കുന്ന പോലെ എന്തിനാ അങ്ങനെ നടക്കണം? എന്തിനാ തലവേദനക്കാരെ ചുമന്ന് നടക്കുന്നേ? അവരിൽ 10 പാസ്സാക്കാൻ നമുക്ക് കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മുടെ അധ്യാപനം കൊണ്ട് എന്താ ഗുണം? ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കാതെ, ദൈവം വിളിച്ചിട്ടല്ലാതെ ഒരുത്തനും അവന്റെ വിശുദ്ധ ശരീരത്തിലേക്ക് വരില്ല. ഹല്ലേലൂയ. ഇതാ വിശുദ്ധ ശരീരത്തിന്റെ ഒരു മിനിയേച്ചർ, ഒരു ഫ്രാക്ചർ, ഒരു കഷ്ണമാണ്, ഒരു കല്ലാണ്, അല്ലെങ്കിൽ ഒരു ചില കല്ലുകളാണ്. അതുകൊണ്ട് യേശു പറയണ, പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാത്തവൻ ഇച്ഛിക്കുന്നവൻ അല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. അപ്പം യേശു ആരെന്നും ദൈവം ആരെന്നും അറിയണമെങ്കിൽ യേശുവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തണം. ഇത് രണ്ടും ഒരാത്മാവ് തന്നെ. ഒരേ ആത്മാവിൻ്റെ പലവിധമായ പ്രകാശനങ്ങളാണ് ദൈവസഭയിലുള്ളത്. ദൈവം പകുത്തു കൊടുക്കുന്ന ആത്മാവിൻ്റെ പലവിധമായ വ്യാപാരങ്ങളാണ് ദൈവസഭയ്ക്കകത്തുള്ളത്. ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള മർമ്മം, ഈ സത്യത്തെ അറിയാൻ കഴിയാത്ത ആളുകൾക്ക് ആർക്കും ഒന്നും മനസ്സിലാക്കത്തില്ല. മർക്കോസിന്റെ സുവിശേഷത്തിൽ 4 അധ്യായം 11 വാക്യത്തില് നമ്മളോട് കർത്താവ് ഒരു മർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ദ സീക്രട്ട്, അല്ലെങ്കിൽ ദ മിസ്റ്ററി ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് എന്ന്. ദൈവരാജ്യത്തിന്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആമേൻ. പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയാണ്, എന്തിനാ ദൈവം ഇത് മർമ്മമായിട്ട് പ്രസ്താവിച്ചത്? പുറത്തുള്ളവർക്കല്ല, എന്ന് വെച്ചാൽ നേരത്തെ അനാദി നിർണയപ്രകാരം തന്നെ അകത്തുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. പുറത്തുനിന്നൊരുത്തിന് അഡീഷണൽ ആയിട്ട് കയറ്റിക്കൊണ്ടുവരാനുള്ളതല്ല. അകത്തുണ്ടായിരുന്നവൻ, ലോകത്തിൽ ആദാം മുതൽ ചിതറിപ്പോയവനെ തിരിച്ചു കൊണ്ടുവരാനാണ്. ബാക്കിയുള്ള സുവിശേഷത്തിന്റെ ബാഹ്യമായ അടയാളങ്ങൾ കൊണ്ടുള്ള സൗഖ്യവും സമാധാനവും സന്തോഷവും കള്ളുടിയൊക്കെ നിർത്താം. പക്ഷെ പൊങ്ങണമെങ്കിൽ, മേളിലേക്ക് പൊങ്ങണമെങ്കിൽ അകത്തെ സംഭവം നേരത്തെ തന്നെ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ട് കർത്താവ് പറയാണ് ഇവിടെ, the mystery of the kingdom of God has been given unto you, but to those on the outside everything is expressed in parables. പുറത്തുള്ളവർക്കെല്ലാം ഉപമകളായിട്ടൊക്കെ പ്രസ്താവിച്ചിട്ടുള്ളത്. ഇത് ഞാൻ ആ ഉപമയെക്കുറിച്ചൊന്നും പ്രസംഗിക്കാൻ പോകുന്നില്ല, സമയത്തിൻ്റെ പരിമിതി കൊണ്ട്. കാരണം അതിലാണ് ഈ കാര്യത്തെ അവിടെ നിന്നാണ് സംസാരിക്കുന്നത്. അവിടെ വിത്തിൻ്റെ ഉപമയെക്കുറിച്ചാണ് പറയുന്നത്, അല്ലേ? ആ വിത്ത് പല സ്ഥലത്ത് വീണതിനെ സംബന്ധിച്ചൊക്കെയാണ്. നല്ല നിലത്ത് വീണ വിത്ത് മാത്രമേ എന്ത് ചെയ്തുള്ളൂ? 100 മേനി, 50, 100, 200 മേനി ഫലം കായ്ച്ചുള്ളൂ. ദൈവരാജ്യത്തിൻ്റെ മർമ്മം എന്ന് പറയുന്ന ക്രിസ്തുവാണ്. ആ ക്രിസ്തു വിശുദ്ധന്മാരിൽ, അല്ലെങ്കിൽ ദൈവമക്കളുടെ ഹൃദയത്തിൽ നല്ല നിലങ്ങളിലാണ് വീഴുന്നതെങ്കിൽ, അതിനെ കരുതുകയും സംരക്ഷിക്കുകയും ചെയ്യാൻ താല്പര്യമുള്ളവരുടെ ഹൃദയത്തിലാണ് വീഴുന്നെങ്കിൽ, അത് 50, 30, 100, 200 മേനി വിളയിക്കാൻ കഴിയും. ഹല്ലേലൂയ. അല്ലാത്തവർക്ക് അതിന് കഴിയുകയില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഇതൊരു രഹസ്യമാണ്. ദൈവരാജ്യം ഒരു രഹസ്യമാണ്, അല്ലെങ്കിൽ സ്വർഗരാജ്യം ഒരു രഹസ്യമാണ്. ഈ രഹസ്യത്തെ അറിയാൻ പുറത്തുള്ളവർക്ക് കഴിയില്ല. അവർക്ക് അതിനെ കുറേ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആ സംഭവത്തെക്കുറിച്ച് പലരും അവർ കണ്ട ഒരു ഭാഗമായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. എന്താണ് ആക്ച്വൽ സംഭവം എന്നറിയാൻ ഒരു കുടുംബം ഒരു കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്നു വിചാരിച്ചു. ഒരു രേഖകൾ എഴുതി വെച്ചിട്ടില്ല. അതിന് പത്രക്കാർ ചെല്ലുമ്പോഴും പത്രക്കാരും പോലീസും നാട്ടുകാരും എല്ലാം പല കഥയും അതിനെക്കുറിച്ച് ചമയ്ക്കും, അല്ലേ? അവരെങ്ങനെയായിരുന്നു, കടം മേടിച്ചിട്ട് മുടിഞ്ഞ് നാശമായതാണ്, അല്ലെങ്കിൽ അവർ കുടുംബത്തിൽ തല്ലായിരുന്നു, വഴക്കായിരുന്നു, ഇങ്ങനെ പല സ്റ്റോറിയും പുറത്തോട്ട് വരും. ഈ സ്റ്റോറി ഒന്നും തന്നെ വാസ്തവമാകണമെന്നില്ല, ആണോ? എന്നാൽ അവരുടെ ഉള്ളിലെ കാര്യങ്ങളെ അറിയാവുന്ന ഒരുവൻ വന്ന് പ്രസ്താവിച്ചാൽ അല്ലെങ്കിൽ പറഞ്ഞാൽ അറിയാം എന്തായിരിക്കാം അതിൻ്റെ ശരിയായിട്ടുള്ള കാരണം. അപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്, ബൈബിളിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അനേക ദൈവസഭകൾക്ക് തന്നെ വ്യത്യസ്തമായ, ബൈബിൾ സെമിനാരികൾക്ക് തന്നെ വ്യത്യസ്തമായ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് എല്ലാ ഇന്റർപ്രിട്ടേഷനും ചെന്ന് അവസാനിക്കുന്ന ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ഓൾ ബിബ്ലിക്കൽ ഇന്റർപ്രിട്ടേഷൻ എൻഡ് അപ്പ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലാണ് അവസാനിക്കുന്നത്. കാരണം ക്രൈസ്റ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്, ആൻഡ് ക്രൈസ്റ്റ് ദ വിസ്ഡം ഓഫ് ഗോഡ്, ആൻഡ് ക്രൈസ്റ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ്.
കാരണം ക്രിസ്തു ദൈവമാകുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാനാകുന്നു എന്ന്, അല്ലേ? പറഞ്ഞില്ലേ യേശു? ഞാനാകുന്നു എന്ന് പറയാൻ കഴിയുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് രഹസ്യമാണത്. ആ രഹസ്യത്തെ മനസ്സിലാക്കാനുള്ള കൃപ ലഭിക്കാത്തവർക്ക്, വെളിപ്പാട് ലഭിക്കാത്തവർക്ക് ആർക്കും യേശു ക്രിസ്തു ആരെന്നറിയില്ല. അവരുടെ ഭാവനയ്ക്കൊത്ത വിധമായ വിധത്തിൽ യേശു ക്രിസ്തുവിനെ വർണ്ണിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യും. ഇന്നത്തെ സഭയും സമൂഹങ്ങളെല്ലാം ദൈവവചനത്തിന് വിരുദ്ധമായി ദൈവത്തിന് 3 വ്യക്തിത്വങ്ങളുണ്ടെന്ന് പഠിപ്പിക്കുമ്പോൾ അവരും ഞാനും നിങ്ങളും കൈവശം ഉപയോഗിക്കുന്ന ബൈബിളിൽ ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിന്റെ ജഡധാരണമാണ്, ജഡപ്രത്യക്ഷതയായിട്ടാണ് ക്രിസ്തു വരുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എഫേസ്യ ലേഖനം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ചാണ്, പക്ഷെ ഇതെല്ലാം കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ വായിക്കാൻ 1:9-10 വായിക്കുമ്പോൾ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അതവൻ നമുക്ക് ധാരാളമായി കാണിച്ച കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അവനിൽ താൻ മുൻ നിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പൊരുൾ എന്താണെന്ന് അവൻ വിശുദ്ധ സഭയോട്, ദൈവത്തിൻ്റെ മുൻ നിയമിക്കപ്പെട്ട ഭക്തന്മാരോട് അറിയിച്ചു. അതെന്താണ്? അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം ക്രിസ്തുവിൽ ഒന്നായി ചേരണം. ഹല്ലേലൂയ. സ്വർഗത്തിലുള്ളത് ആരാ? പിതാവോ, അല്ലേ? ദൂതഗണങ്ങൾ. ഭൂമിയിലുള്ളതും എല്ലാം എന്തൊക്കെയാണ്? ഭൂമിയിലുള്ള സകല സൃഷ്ടികളും എവിടെ ഒന്നാകും? ക്രിസ്തുവിൽ ഒന്നാകും. ഹല്ലേലൂയ. എന്നുള്ളത് കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി, ലോകം സ്ഥാപിക്കുന്നതിന് മുമ്പ് ദൈവത്തിൽ സമ്പൂർണമായിരിക്കുന്ന കാര്യങ്ങളുടെ വ്യവസ്ഥയ്ക്കായിട്ട് തന്നെ അവനിൽ നാം അവകാശവും പ്രാപിച്ചു. ആരിൽ? ക്രിസ്തുവിൽ നമുക്ക് എന്ത് ലഭിച്ചു? പുത്രത്വം എന്ന അവകാശം ലഭിച്ചു. ഹല്ലേലൂയ. അത് ആദാമിൽ നഷ്ടപ്പെട്ടു പോയതായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻനിയമിക്കപ്പെട്ടത് മുൻപിൽ കൂട്ടി. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നുണ്ട്. നേരത്തെ നിയമിച്ചു വെച്ചൊരു കാര്യം കാണുന്നുണ്ട്. മുൻപിൽ കൂട്ടിൽ ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ടത്രേ. ഇതെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിനായിട്ടാണ്. മുമ്പേ കൂട്ടി ദൈവം നിർണയിച്ച എല്ലാവരെയും ശേഖരിക്കുന്ന ദൈവത്തിന്റെ മുൻ നിർണയ പ്രകാരം എത്രേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അത് തന്നെയാണ് നമ്മൾ സ്ഥിരമായി പ്രസ്താവിക്കാറുള്ളത്. എഫേസ്യർ 2:7 ഇതേ പൗലോസ് പറയുകയാണ്, അവരവനെ അറിഞ്ഞിരുന്നില്ല. ആര്? തൻ്റെ സ്വന്തം ജനം. ആർക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്നുവോ എന്നും അവരവനെ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ തേജസ്സിന്റെ കർത്താവിനെ അവർ എന്ത് ചെയ്യില്ലായിരുന്നു? ക്രൂശിക്കയില്ലായിരുന്നു. തേജസ്സിന്റെ കർത്താവ് ആരാണ് എന്ന് 24-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്. തേജസ്സിന്റെ കർത്താവ് യഹോവയാണ്. ഹല്ലേലൂയ. അപ്പോൾ യഹോവയെ അവർ ക്രൂശിച്ചോ? യെസ്, യഹോവ ജഡം ധരിച്ചു വന്നപ്പോൾ ക്രൂശിച്ചു. എന്നിട്ട് പൗലോസ് പറയുകയാണ്, യെസ്, സ്റ്റിൽ മൈ പീപ്പിൾ, എൻ്റെ ജനം അറിഞ്ഞില്ല. Had they known, they would not have crucified him. അവർ അവനെ ക്രൂശിക്കയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ, ഇന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ആണ് ഒന്നുമില്ലാത്ത പുറമ്പോക്കിൽ കിടന്ന് നമ്മൾ ഇത് അറിയിച്ചു തരുവാൻ അതിനേക്കാൾ മുമ്പേ ദൈവത്തിന് നമ്മോട് പ്രസാദം തോന്നി. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. റെവലേഷൻ, വെളിപ്പാട് പുസ്തകം 10:7 നമുക്കൊന്ന് വായിക്കാം. ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. ഹല്ലേലൂയ. ആകാശവും ഭൂമിയും അതിലുള്ളതും സ്വർലോകത്തിലും ഭൂമിയിലും എല്ലാ അധോലോകത്തിലും പാതാളത്തിലും ഉള്ളതെല്ലാം ഹല്ലേലൂയ കൈ ഉയർത്തി ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്യുന്ന ഒരുവനുണ്ടെങ്കിൽ അത് നാം സേവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. എല്ലാത്തിൻ്റെയും കൺസ്യൂമേഷനിൽ അവസാനത്തെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടായി വിശുദ്ധ യോഹന്നാൻ മുഖാന്തരം എഴുതി നമ്മുടെ കൈവശം നൽകിയിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നതാണ്, എന്താണ്? നിങ്ങൾ
If you do not believe that I am he, you shall die in your sins. ഞാൻ തന്നെയാണ് അവൻ. ആരാണ് അവൻ? 19 മുതൽ പറയുന്നത് പിതാവിനെ കുറിച്ച്. നിങ്ങൾ പറയുന്ന ഈ പിതാവ് ഞാനാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ മരിക്കും. അത് യഹൂദന്മാർക്ക് വലിയ ഇടർച്ചയായി. ഇന്നും യേശു തന്നെയാണ് യഹോവ എന്ന് പറഞ്ഞാൽ അനേകർക്ക് ഇടർച്ചയാണ്. അവർ പറയും ഇത് ഏറ്റവും വലിയ ദുരുപദേശമാണ്. ഇത്രയും കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഏറ്റവും വലിയ ദുരുപദേശമാണ് നമ്മൾ പറയുന്നത്? പറയാൻ കഴിയുമോ? പറയാൻ കഴിയുന്നെങ്കിൽ നമ്മൾ പറഞ്ഞതല്ല എവിടുന്നാണ്? നിങ്ങൾ ദുരുപദേശം എന്ന് പറയുന്ന, ഞങ്ങൾ പഠിപ്പിക്കുന്ന ദുരുപദേശം എന്ന് പറയുന്നതും നിങ്ങളും ഞങ്ങളും കൈവശം ഉപയോഗിക്കുന്നതിൽ വള്ളി വ്യത്യാസമില്ലാത്ത അതേ ബൈബിളിൽ നിന്ന് ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ദുരുപദേശമാകുന്നുവെങ്കിൽ ആരാണ് ദുരുപദേശം പറയുന്നതെന്ന് കേൾക്കുന്നവൻ ഗ്രഹിക്കണം. അല്ലേ? അവർ പറയണം നമ്മൾ ബൈബിളിന് പുറത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രസ്താവന നമ്മൾ സാധൂകരിക്കാൻ, മാനുഷിക ഉപദേശങ്ങളെ പ്രമാണങ്ങളെ പഠിപ്പിക്കാൻ ഉദാഹരണ സഹിതം നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ദുരുപദേശം പറയുന്നവരാണ്. എന്നാൽ നമ്മളെ ദുരുപദേശക്കാരെന്ന് വിളിക്കുന്നവർ അവരും നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിളിൽ എഴുതിയിരിക്കുന്നതല്ലാതെ നമ്മളൊന്നും പഠിപ്പിക്കുന്നില്ല. അവർ പഠിപ്പിക്കുന്ന ബൈബിളിൽ പൗലോസ് എഴുതിയിരിക്കുന്ന ദൈവം യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അത് പഴയ നിയമത്തിലെ യഹോവയുടെ ജഡപ്രത്യക്ഷതയാണ്, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനാണ്. അതിനെ ആ വിധത്തിൽ പ്രസ്താവിക്കുന്ന ബൈബിളിനെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ സമ്പ്രദായങ്ങളും സഭകളും നിങ്ങൾ പഠിച്ച ബൈബിൾ കോളേജുകളിലെയും നിങ്ങളുടെ മനുഷികരായ മതപണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഉരുവിട്ടിട്ട് ബൈബിളിനെ അസ്ഥിരപ്പെടുത്തിയിട്ട് പറയുന്ന നിങ്ങളാണോ ഈ ബൈബിൾ ഉള്ളതുള്ള പോലെ പറയുന്ന യഥാർത്ഥ ക്രിസ്ത്യാനികളാണോ ദുരുപദേശകരെന്ന് നിങ്ങൾ പറയാൻ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഇതാണ് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കൊളോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 25, 26 മുതൽ 27 വരെയുള്ള വാക്കുകൾ വായിക്കാം. 1:25 നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന പോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. ഒന്ന് നിർത്തണേ. ഇവിടെ എല്ലാം പൗലോസ് പറയുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് തന്നതാണ്. ഹല്ലേലൂയ. ഇത് പ്രസ്താവിക്കാൻ ആരെങ്കിലും ദൈവം ഇന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നിരിക്കുന്നത് ജനത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ അതുകൊണ്ട് സഭയുടെ ശുശ്രൂഷയായിരിക്കുന്നു. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമാണ്. ഹല്ലേലൂയ. അതായത് മുൻകാലഘട്ടങ്ങളിൽ ഇത് അല്പാൽപ്പം പ്രസ്താവിച്ച പ്രവാചകന്മാർക്കും ഇതിൻ്റെ ശുശ്രൂഷകന്മാരായിരുന്ന പുരോഹിതന്മാർക്കും ഇതിനെ പ്രസംഗിച്ച ഓരോ മനുഷ്യർക്കും ന്യായാധിപന്മാർക്കും രാജാക്കന്മാർക്കും എല്ലാം മറഞ്ഞു കിടന്ന മർമ്മം. ഹല്ലേലൂയ. ഇന്നും കോടിക്കണക്കിന് വരുന്ന ശതകോടിക്കണക്കിനായ ക്രിസ്ത്യാനികൾക്ക് മറഞ്ഞു കിടക്കുന്ന മർമ്മം. അവിടെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കോടി ശതകോടി മില്യൺസ് ഓഫ് ക്രോഴ്സ് ഓഫ് ക്രിസ്ത്യൻസിന് മറഞ്ഞു കിടക്കുന്ന മർമ്മമാണ് ഇപ്പോഴും നമുക്ക് വെളിവായി മനസ്സിലാക്കി തന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ വെളി തെരഞ്ഞെടുപ്പ് എത്രമാത്രം പവർഫുൾ ആയിരിക്കണം, എത്രമാത്രം വലുതായിരിക്കണം. ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നിയല്ലോ, ഹല്ലേലൂയ എന്ന് നമ്മൾ വിചാരിക്കണം. മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? യേശു ക്രിസ്തുവിന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാതനം, ദ റിച്ച്നെസ് ഓഫ് ദിസ് മിസ്റ്ററി, ഈ മർമ്മത്തിന്റെ, ഈ രഹസ്യത്തിന്റെ മഹത്വത്തെക്കുറിച്ച് എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ഹല്ലേലൂയ. ജാതികളായ നമ്മോട് ഈ മഹിമാധനത്തിന്റെ മർമ്മത്തിന്റെ ധനം, അതിന്റെ മഹത്വം, അതിന്റെ ശക്തി നമ്മോട് അറിയിക്കാൻ ദൈവത്തിന് ഇഷ്ടമായി. അല്ലെ, ഒരു വലിയ മനുഷ്യൻ തൻ്റെ രഹസ്യം ഒരു പാവപ്പെട്ടവനോട് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സമപ്രായക്കാരോടോ സമധനികന്മാരോടോ പറയാത്തൊരു കാര്യം നമ്മൾ വിചാരിക്കില്ല, എന്നോട് ഇതൊക്കെ പറയാൻ ഞാൻ ആരുള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെ ദൈവത്തിന് പ്രസാദമായി. എന്താണ് ആ മർമ്മം? എന്താണ്? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലും നിങ്ങളിലും ഇരിക്കുന്നു. ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശ ആയ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഹല്ലേലൂയ.
എന്നുള്ളതിനെ അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ആര്? ഈ ദൈവത്തിൻ്റെ ക്രിസ്തുവിനെ, ഈ ദൈവമർമ്മത്തെ നിങ്ങളോട് അറിയിക്കുന്നതിൽ എന്താണ്? ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുവാൻ. അയാൾ ഏത് തരക്കാരനായാലും, ജന്മം കൊണ്ടോ ജീവിതം കൊണ്ടോ വാസസ്ഥലം കൊണ്ടോ കുടുംബ മഹത്വത്തിന്റെ പേരിലോ കുടുംബ കുലഹീനതയുടെ പേരിലോ വിദ്യാഭ്യാസത്തിന്റെ പേരിലോ ജാതി മതത്തിന്റെ പേരിലോ അവൻ ഏതവനായിരുന്നാലും അവനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക. വേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കണം. ഹല്ലേലൂയ. ആരോടും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടുകൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ഒരു വ്യത്യാസവുമില്ലാതെ സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തി. ഹല്ലേലൂയ. എൻ്റെ ശക്തി കൊണ്ടല്ല, പിന്നെ എന്നിൽ ശക്തിയോടെ വ്യാപരിക്കുന്ന ആ ക്രിസ്തുവിന്റെ ശക്തി കൊണ്ട് ആ ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. നമ്മൾ വായിച്ചു കുറിവാക്യത്തിൽ, ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു, അല്ലേ? ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ ഇന്നും ഇത് പോരാടി, ഈ വചനം നമ്മോട് പോരാടുകയാണ്. ഈ പോരാട്ടത്തിൽ പൗലോസിന്റെ ആത്മാവുണ്ട്, ഈ പോരാട്ടത്തിൽ പൗലോസിന്റെ പ്രത്യാശയുണ്ട്, ഈ പോരാട്ടത്തിൽ പൗലോസ് സമർപ്പിച്ച സമർപ്പണമുണ്ട്, ഈ പോരാട്ടത്തിൽ പൗലോസിന്റെ ജീവനുണ്ട്, താൻ സഹിച്ച ത്യാഗമുണ്ട്, കഷ്ടതയുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? എന്നിലും നിങ്ങളിലും ക്രിസ്തു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലും നിങ്ങളിൽ വസിക്കണം. അതുകൊണ്ട് പറയാണ്, ഈ മഹത്വത്തെക്കുറിച്ചുള്ള ഈ മർമ്മം, ഈ മിസ്റ്ററി, ഹല്ലേലൂയ, അതെന്താണ്? ക്രിസ്തു എന്ന ദൈവ മർമ്മത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അവർ പ്രാപിക്കണം. ഹല്ലേലൂയ. ലോകത്തിലെ ജനങ്ങൾ ക്രിസ്തു ആരെന്ന ദൈവമർമ്മം, യേശു ക്രിസ്തു ദൈവമാകുന്നു എന്നുള്ള മർമ്മം നമ്മിൽ ഓരോരുത്തരുടെ ഉള്ളിൽ ഉൾനടുവാൻ പോൾ കഴിച്ച പോരാട്ടം എത്രയാണ്. ഇന്നും ആ വാക്കുകളിലുണ്ട്. നേരെ ഇവിടെ നിന്ന് പോൾ സംസാരിക്കുമെങ്കിൽ അത് എത്രമാത്രം നമ്മിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു വരാൻ കഴിയുന്ന അക്ഷരങ്ങളുടെ പരിമിതിക്ക് അപ്പുറമായി, അക്ഷരങ്ങൾക്ക് ഉള്ളിൽ ഒതുക്കാൻ കഴിയാത്ത പോളിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ആ ദൈവത്തിന്റെ വ്യാപാര ശക്തി അവന്റെ അക്ഷരങ്ങളിലൂടെ, അത് ട്രാൻസ്ലേറ്റേഷനിൽ ചോർന്നു പോലും പോകാതെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിന്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തു ദൈവം മർമ്മമാണ്. അതിനെതിരെ സംസാരിക്കുന്ന എല്ലാവരും, ബോഷ്ക്ക് പറയുന്നവരും, ദൈവത്തിന്റെ നീതിക്ക് വിരുദ്ധരും, ദൈവത്തെ ഹല്ലേലൂയ ലോകത്തിലുള്ള പല സംവിധാനങ്ങളുടെ വ്യവസ്ഥകളോടും കൂട്ടിയേർക്കുന്നവരും ദൈവഹിതത്തിന് വിരുദ്ധവും പൈശാചികവുമാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. നമ്മളെ വഞ്ചിക്കാനും കബളിപ്പിക്കാനും ലോകജ്ഞാനികൾ വന്നിട്ട് നമ്മൾ പഠിക്കുന്നതും തെറ്റാണെന്ന് പറയാൻ കഴിയുന്നവരുണ്ടായിരിക്കാം. എന്നാൽ നേർക്ക് നേരെ വന്ന് സംസാരിക്കാൻ കഴിയുന്ന ആരുമില്ലെന്നുള്ള കാര്യത്തിന് എനിക്കുറപ്പും ധൈര്യമുണ്ട്. എൻ്റെ ഇത്രയും കാലത്തെ ബൈബിളുമായിട്ടുള്ള ബന്ധത്തിൽ, എൻ്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് പറഞ്ഞു തീരാത്ത കടപ്പാടുണ്ട്. ഒരിക്കലും തല ഉയർത്തി നിൽക്കാൻ കഴിയാത്ത, അത്രത്തോളം തല കുനിഞ്ഞു നിൽക്കാൻ കഴിയുന്ന താഴ്മ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഈ സമയത്ത് ഇപ്രകാരം ഒരു മീറ്റിങ്ങിൽ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ എന്നെ സഹായിച്ച കർത്താവിനെ ഞാൻ അത്യധികമായിട്ട് സ്തുതിക്കുന്നു. അന്ത്യത്തോളം, മരണം വേർപിരിക്കുമ്പോളം നമ്മൾ സ്വീകരിച്ച സത്യത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വേണ്ടി അപ്പോസ്തലത്വം കഴിക്കുവാൻ, പോരാട്ടം കഴിക്കുവാൻ, അതിനുവേണ്ടി ത്യാഗം സഹിക്കുവാൻ നമുക്ക് കടമയും കടപ്പാടും ഉത്തരവാദിത്വമുണ്ട്. ഈ സത്യത്തിൽ നിലനിന്ന് അന്ത്യത്തോളം ദൈവസനിൽ വിശ്വസ്തയോടെ നിന്ന് നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന കർത്താവിൻ്റെ കിരീടം, കർത്താവ് ഒരുക്കിയ കിരീടം പ്രാപിക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകലിൽ എന്നെ കേട്ടവരായ നിങ്ങളെല്ലാവരെയും നിങ്ങൾ കേട്ട സുവിശേഷ നിമിത്തം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഇത് നമ്മുടെ ധ്യാനമായി മാറട്ടെ. ഈ വാക്യങ്ങളെ തുടർമാനമായി ചിന്തിക്കുവാൻ നിങ്ങൾ ഈ വീഡിയോകൾ ഇത് ഫേസ്ബുക്കിലുണ്ട്, കേൾക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള വ്യഗ്രതയിൽ, കുടുംബത്തെ മുന്നോട്ട് നയിക്കുവാൻ, കുഞ്ഞുങ്ങൾക്ക് ഭാവി ഉണ്ടാക്കാൻ നടക്കുന്ന വ്യഗ്രതയിൽ നമ്മിൽ ലഭിച്ചിരിക്കുന്ന ഈ പരിജ്ഞാനം ചോർന്നും ക്ഷീണിച്ചും മടുത്തു പോകാൻ ഇടയാകാതെ ഇതിനെ തീ പോലെ കത്തിച്ചു നിർത്തുവാൻ നമുക്ക് ദൈവം കൃപ ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇപ്രകാരം ഒരു അവസരം നമുക്ക് കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ നൽകിയ ദൈവത്തെ ഞാൻ അത്യധികമായിട്ട് സ്തുതിക്കുന്നു. കടന്നു വന്ന് ഈ ഓൺലൈനിൽ സംബന്ധിക്കുന്നവരും
സോഷ്യൽ മീഡിയയിൽ ഇത് കേൾക്കുന്നവരുമായ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആരും നഷ്ടപ്പെട്ടു പോകാനിടയാകാതെ അവർ ക്രിസ്തുവെന്ന ദൈവകർമ്മത്തിൻ്റെ പരിജ്ഞാനത്തെ പ്രാപിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. വാഴ്ത്തപ്പെട്ടവനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമായ സ്വർഗീയ നല്ല അപ്പച്ചാ പിതാവേ, ഞങ്ങളെയും അങ്ങയുടെ മഹത്വമുള്ള പ്രത്യാശയെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കേണ്ടതിന് യേശു ക്രിസ്തു എന്ന ആ പ്രത്യാശയുടെ പൂർണ്ണതയെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കേണ്ടതിന് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഞങ്ങളിൽ ഇരിക്കേണ്ടതിന് ഞങ്ങളെ ലോക സൃഷ്ടിക്ക് മുമ്പ് അനാദി നിർണയപ്രകാരം സകലവും സൃഷ്ടിച്ച ദൈവം തന്നിൽ ഞങ്ങളെ തെരഞ്ഞെടുത്ത് ഓർത്ത് കർത്താവെ, ഞങ്ങൾ എണ്ണിയാലും പറഞ്ഞാലും തീരാത്ത വണ്ണം അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് പകലിൽ ഞങ്ങൾ കേട്ടതായ വചന നിമിത്തം അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കേൾവിക്കാരായിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. അവർ ദേശത്തിൻ്റെ വിളക്കായി ശോഭിക്കട്ടെ. അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. അവരുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളുടെ നടുവിലും അവർ ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ അങ്ങ് അവർക്ക് ഉത്തരങ്ങളുടെ ഒരു ആശ്വസിപ്പിക്കണമേ. ദൈവവചനം പറയുന്ന പോലെ അവർ പ്രാർത്ഥിച്ച് തീരും മുമ്പ് അവർക്ക് ഉത്തരമരുളണമേ. അവരുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് തൃക്കൈ തുറന്ന് സഹായിക്കണമേ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ആത്മീയവും ഭൗതികമായ സകല നന്മകളാലും അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് സുവിശേഷത്തിന് ഇടമില്ലാതെ ലോക മനുഷ്യന്റെ വാക്കുകൾക്കും സുവിശേഷത്തിന് കപടമായി ഉപദേശിച്ച് പണം ഉണ്ടാക്കുന്നവരുടെയും പിന്നാലെ കോടിക്കണക്കിനായി ജനങ്ങൾ ഇരുട്ട് കണ്ണ് പൂട്ടപ്പെട്ട് സഞ്ചരിക്കുന്ന വഴിയിൽ അപ്പാ ഞങ്ങൾ അശക്തരും ബലഹീനരുമെങ്കിലും എണ്ണത്തിൽ കുറവുള്ളവരെങ്കിലും അപ്പാ ഞങ്ങളെ അവിടുന്ന് വിളിച്ചു തോർത്ത് ഞങ്ങൾ ജീവിതം കൂടെ അങ്ങോട്ട് കടപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളെ പൂർണ്ണമായും അവിടെ സ്ഥലത്ത് താഴ്ത്തുകയാണ്. എന്ന് കേട്ടതായ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വാസിപ്പിക്കുവാൻ മതിയായ വചനമാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മുമ്പാകെ നേരുള്ളവരായി നിർത്തുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി ഞങ്ങളാകുന്ന മൺപാത്രങ്ങളെ ശുദ്ധീകരിച്ചതിൽ നിറയ്ക്കണമേ. കർത്താവിൻ്റെ മഹത്വമുള്ളേറിയ പ്രത്യക്ഷത വാനമേങ്ങൾ വെളിപ്പെടുമ്പോൾ ആ പുതിയ പുലരിയിൽ കർത്താവെ, ലോകമെമ്പാടുമുള്ള ക്രിസ്തുവിൽ മരിച്ചവരും അന്ന് ജീവനോടെ ഇരിക്കുന്നവരും രൂപാന്തരപ്പെടുന്ന, ലോകത്തിന് കാണാൻ കഴിയാത്ത ആ വലിയ സംഭവം നടക്കുന്ന ദിവസത്തിൽ ഞങ്ങൾ ആരും ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോകാനിടയാകാം. ഞങ്ങൾ ആലടിയ ചിറക് ധരിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. സകല മഹത്വത്തിനും പുകഴ്ചയ്ക്ക് യോഗ്യനായവനെ ഞങ്ങൾ നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. എല്ലാ നാമത്തിനും മേലായ നാമമുള്ളവനെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. നിന്റെ വിശുദ്ധമായ നാമം ഞങ്ങളുടെ മേൽ എഴുതിയിരിക്കുന്നുണ്ട്. സ്തോത്രം. എല്ലാ നാമത്തിനും മേലായ നാമമുള്ളവനും സകല പ്രപഞ്ചത്തിന് സൃഷ്ടാവും കർത്താവും സകലത്തിനും മീത് ദൈവമായി വാഴ്ത്തപ്പെടുന്നവനെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം നിങ്ങൾ നടത്തിയതിനായി ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുന്നു. മാനവ മഹത്വ സ്തുതിയും ബഹുമാനവും സകല പുകഴ്ചയ്ക്ക് യോഗ്യനായി അങ്ങ് ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ അപേക്ഷകളും പ്രാർത്ഥനകളും സ്വർഗത്തിൽ നിന്ന് കേട്ട് ഉത്തരമരുളണമേ. യേശുവ മെസ്സിയാവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ പിതാവേ. സ്തോത്രം സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിച്ച് വഴി നടത്തുന്ന